അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും ഓക്കെ എന്തായാലും മിഡിൽ നിന്ന് തുടങ്ങണ പോലെ ആയതുകൊണ്ട് എല്ലാവരും ടെൻറ്റ് കണ്ടോ? ടെനറ്റ്. Yes, Tenet. everyone saw Tenet. Yes. ടെൻറ്റ്. All of us finally saw Tenet. Oh, this is the Tenet discussion video, by the way. Yeah. Yeah. I'm sure you know by the title, but just saying it. Anyway, yeah, finally we all saw Tenet യെസ് after long time. Christopher Nolan's much anticipated spy thriller, action thriller, ആക്ഷൻ. time bending. It's a bizarre. Can't really put it in the genre. It's a Nolan movie. പുള്ളിക്കാരനെ സ്പൈ ത്രില്ലർ ആണെന്നല്ലേ? അതെ അതെ. I guess so. It is technically a spy thriller. Yeah, സത്യം it is true. ലൈക്ക് ആ കൺസെപ്റ്റ് മാത്രം ജസ്റ്റ് ഒരു ആ ഒരു സ്പൈ ത്രില്ലറിന് വേണ്ടി ഒരു ഡെക്കറേഷൻ പോലെ എനിക്ക് തോന്നിയത് അല്ലേ? Oh yeah. We'll all get into all of that. But before, what did you guys? What are നിങ്ങളുടെ initial thoughts എന്താണ് സിനിമയെ പറ്റി? ഓ ഇനീഷ്യൽ അലക്സ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ രസം കണ്ടുള്ളത് എത്ര രസം കണ്ടു? ഇപ്പോൾ 3 4ാം തവണ ഞാൻ കണ്ടു തുടങ്ങിയതാ. അത് പിന്നീട് ഞാൻ വേണ്ടെന്ന് വെച്ചു. ഓവറാക്കണ്ടെന്ന് ഓർത്തു. ഓക്കെ. അപ്പോൾ ആദ്യത്തെ തവണ കണ്ടപ്പോൾ ലൈക്ക് എൻജോയ്ഡ് ഇറ്റ്. പക്ഷേ എനിക്ക് ലൈക്ക് ഒബ്വിയസ്ലി ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലോട്ട് ശ്രദ്ധിക്കാൻ നിന്നില്ല. പിടിച്ച കൂട്ടിയാൽ കിട്ടില്ലാത്ത സ്കീമാണെന്ന് മനസ്സിലായിരുന്നു തുടക്കം തന്നെ. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാനൊന്നും പോയില്ല. ഐ ജസ്റ്റ് വെൻറ്റ് ഫോർ ദ റൈഡ് ആൻഡ് ഇറ്റ് വാസ് ഓൾ റൈറ്റ്. രണ്ടാമത് കണ്ടപ്പോൾ ദേഷ്യം വന്നു. ഇയാൾ എന്താണ് ഇയാളുടെ ഉദ്ദേശം? നിങ്ങൾക്ക് നാണുണ്ടോ? ഇങ്ങനെ എലീറ്റ് സിനിമയാണോ നിങ്ങൾ ഉണ്ടാക്കണേ? മനസ്സിലാവണ ആൾക്കാർക്ക് മാത്രം എൻജോയ് ചെയ്യണം പടങ്ങൾ മാത്രമായിട്ട്. എന്താ ഉദ്ദേശം എന്നുള്ള രീതിയിലായിരുന്നു. 3ാം തവണ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇരുന്ന് പയ്യെ സംസാരിച്ച് പോസൊക്കെ ചെയ്ത് ഡിസ്കസ് ചെയ്ത് അങ്ങനെ പയ്യെ ചെയ്തു. അപ്പോൾ ഇഷ്ടപ്പെട്ടു. സൂപ്പർ. ഐ എൻജോയ്ഡ് ഇറ്റ്. ആൻഡ് എനിക്ക് തോന്നുന്ന കൂടുതൽ ഞാൻ അതിലൂടെ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് അതിനോടുള്ള ഇഷ്ടം ഇങ്ങനെ കൂടുള്ളൂ. അങ്ങനത്തെ ഒരു ടൈപ്പുള്ള പടം പോലെ എനിക്ക് തോന്നിയത്. സോ ദോസ് ആർ മൈ തോട്ട്സ്. ഞാൻ ഈ പടം ആദ്യം കണ്ടപ്പോൾ എനിക്ക് ലൈക്ക് അവസാനമൊക്കെ വന്നപ്പോഴത്തേക്ക് ആ ഒരു കണക്ഷനൊക്കെ വിട്ടുപോയി. മനസ്സിലായോ? എന്താ സംഭവിക്കണമെന്ന് മനസ്സിലായില്ല. പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ എനിക്ക് ഇത് തോന്നിയില്ല. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കെട്ടിയത് പിന്നെ പുള്ളിക്കാരൻ മറ്റേ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് ഒക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെ ആലോചിച്ച് പോയപ്പോൾ ആവശ്യമില്ലാത്ത കുറെ ഭ്രാന്ത് പോലെയായി. പിന്നെ ഞാൻ അത് അങ്ങനെ കണ്ടുപിടിച്ച സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നിയില്ല. മനസ്സിലായില്ലേ? കുത്തിയിരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവസാനം കണ്ടിട്ട് ഒരു മറ്റേ എക്സ്പ്ലനേഷൻ ഒക്കെ കണ്ടിട്ട് പിന്നെ കണ്ടിട്ട് ഓക്കെ, എന്നാലും എന്തോ ഒരു എംറ്റിനെസ് ഫീൽ ചെയ്തു ഇവിടെയോ. അതാണ് എൻ്റെ ഒരു first of all, I saw it the way Nolan intended. Yes. You're welcome. Yes. Yeah, I saw it in IMAX, and yeah, it was awesome. It was a really, really fun experience. You know, I had a ഇത് കണ്ടപ്പോഴത്തേക്കിന് അടിപൊളി കിടിലൻ എക്സ്പീരിയൻസ്. I had so much fun watching it. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഞാൻ രണ്ട് ചോയ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഇത് ഒന്നുകിൽ പ്ലോട്ടിന്റെയും സംഭവം ആലോചിച്ച് വെറുതെ മനസമാധാനം കളയാം, അല്ലെങ്കിൽ ഐ കൻ ജസ്റ്റ് എൻജോയ് ദ റൈഡ്. I was like, fuck it, എൻജോയ് ദ റൈഡ് എന്നുള്ള ആ ഒരു വൈബിൽ അങ്ങ് പോയായിരുന്നു. The movie is not perfect, it has its flaws which I'll get to later. And also I want to make one thing clear. See, IMAX കണ്ടോന്ന് വെച്ച് it doesn't make the movie better. It gives you a better experience, but it doesn't make the movie any better. So there is that also, and I don't think that's like I think that is a flaw of the movie. IMAX കണ്ടാലേ ശരിയാവും എന്നുള്ളത് I don't think that's എന്താ അല്ല. നമ്മുടെ മറ്റേ പ്രശ്നം IMAX ഉണ്ടായിരുന്നു, മറ്റേ BGM സൗണ്ട് ഡിസൈൻ. No, not really. Like, see, ഈ ഓഡിയോയുടെ ഓക്കെ, എന്നാൽ ഈ പടത്തിന് പല മെയിൻ ക്രിറ്റിസിസംസ് ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞായിരുന്നല്ലോ സൗണ്ട്. ലൈക്ക് മിക്സിങ് ശോകമായിരുന്നു, ഡയലോഗ് കേൾക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത്. ഡയലോഗ് കേൾക്കാൻ പറ്റുന്നുള്ള ഐ എം നോട്ട് എക്സാക്ട്ലി ഷുവർ. ഞാൻ അത് ശ്രദ്ധിച്ചില്ല ബിക്കോസ് സബ് ടൈറ്റിൽസ് ഉണ്ടായിരുന്നുണ്ട്. ലൈക്ക് അത് ആ പടം പകുതിയായിട്ട് ആ ഫൈനൽ ബാറ്റിലൊക്കെ ആയപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ക്രിറ്റിസിസം ഉണ്ടല്ലോ എന്നുള്ള കാര്യം ഞാൻ ഓർത്തത്. സോ ഐ ഡിഡ്ന്റ് റിയലി ബോദർ മീ ലൈക്ക് വെൻ ഐ വാസ് വാച്ചിങ് ഇൻ ദ തിയേറ്റർ. ഈ പടം ഐ തിങ്ക് ഹി മിക്സ്ഡ് ഇറ്റ്
ഫോർ ഐമാക്സ്. അതായത് ഐമാക്സിന് വേണ്ടി പ്രോപ്പറായിട്ടാണ് മിക്സ് ചെയ്തത്. ഐ കുഡ് ഹിയർ എവറിത്തിങ് കറക്റ്റ്ലി, യുനോ. ഇറ്റ് വാസ് ലോട്ട് ഓഫ് ഫൺ. പക്ഷേ കുറച്ച് മുമ്പ് ഇന്ന് ഈ റെക്കോർഡിങ്ങിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ ജസ്റ്റ് ലാപ്ടോപ്പിൽ സംഭവം എടുത്ത് നോക്കി, ഈ ഹെഡ്ഫോൺസ് വെച്ച്. The mixing is a mess. Oh man. Oh yeah. It's horrible. Like every sound, every frequency is turned to the max. Like എന്താ ഏതാ നടക്കുന്ന, BGM ഏതാ, മറ്റേതാ, സംസാരം ഏതാ, നോ വേ. ലൈക്ക് എൻ്റെ ഇത് ലാപ്ടോപ്പ് ഡൺകിർക്കും ഡാർക്ക് നൈറ്റും കിടപ്പുണ്ടാകും. ഞാൻ ജസ്റ്റ് ഒന്ന് അതും എടുത്ത് നോക്കിയിരുന്നു കമ്പയർ ചെയ്യാൻ വേണ്ടി. ലൈക്ക് ദർ ഇസ് നോ പ്രോബ്ലം to either of those movies, especially Dunkirk. Like everything like still clear even though it's very loud. I really think പുള്ളിയ ഈ ഐമാക്സിന്റെ സൗണ്ട് മിക്സിംഗ് മറ്റേ സാധാരണ തിയേറ്ററിന് പോലെ ഇറ്റ് ഹാസ് ലൈക്ക് ഇറ്റ്സ് ഓൺ മിക്സിംഗ് എന്താ പരിപാടികൾ കാര്യമൊക്കെ ഉണ്ട്. അത് വെച്ച് ബിക്കോസ് ഇറ്റ് സൗണ്ടഡ് സോ പെർഫെക്റ്റ് ഇൻ ഐമാക്സ്. ഐ ഹാഡ് ലൈക്ക് നോ കംപ്ലൈൻസ് വാട്ട്സോഎവർ. അത് ഈ ക്രിറ്റിസിസം കേട്ട് ഐ വാസ് എക്സ്പെക്ടിങ് ദ മിക്സിംഗ് ഓർ ലൈക്ക് ടു ബി ബാഡ്. ഈവൻ ഡയലോഗ് ചിലപ്പോൾ ഓഡിബിൾ ആയിരുന്നായിരിക്കില്ലായിരിക്കും. കാരണം അത് സബ് ടൈറ്റിലുള്ളതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ബട്ട് ബാക്കിയെല്ലാം പ്രോപ്പർലി ലെവൽഡ് ആയിരുന്നു. അതിൻ്റെ ലൗഡ്, അത് ബേസ് ആയാലും മറ്റേ ഈ ആക്ഷൻ സൗണ്ട് ഡിസൈൻ ആയാലും സംസാരമായാലും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആയാലും ഇറ്റ്സ് ഓൾ ലൈക്ക് സംവാട്ട് പെർഫെക്റ്റ്ലി മിക്സ്ഡ്. ഐ നെവർ ഹാഡ് ആൻ ഇഷ്യൂ വിത്ത് സൗണ്ട് in IMAX. It was actually pretty awesome. It was loud. It was extremely loud, but in a good way. Yeah. ഇത് ഈ ആദ്യമായിട്ട് കണ്ടപ്പോഴും എനിക്ക് തോന്നിയില്ലായിരുന്നു ഈ സൗണ്ട് ഡിസൈൻ്റെ ഇഷ്യൂ. കാരണം ആ സബ് ടൈറ്റിൽ ഉണ്ടായതുകൊണ്ട് തന്നെ. പിന്നെ തന്നെ ആദ്യത്തെ തവണ കണ്ടപ്പോൾ ഐ വാസ് ജസ്റ്റ് ഫക്ക് ഇറ്റ്, ലൈക്ക് വാച്ചിങ് ഇറ്റ് ഫോർ ദ എൻജോയിങ് ഫാക്ടറിന് വേണ്ടി മാത്രമായിരുന്നു. സോ ഐ ഡിഡ്ന്റ് റിയലി ബോദർ ഓൾസോ. ബഹളമാണെങ്കിലും ലൈക്ക് ഐ വാസ് എംബ്രേസിങ് ദ ബഹളം. ആ ഒരു മൂഡിലാണ് കണ്ടത്. പിന്നെ ഐ ഡോണ്ട് നോ, എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഈ സൗണ്ട് ഡിസൈൻ്റെ ഒരു ഇത് വരണത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലൈക്ക് ഇത് ഇറങ്ങിയ സമയത്ത് ലൈക്ക് കോവിഡിൻ്റെ ഒരു ഇതല്ലായിരുന്നോ, അതിൻ്റെ ഇടയ്ക്കാണ് ഇത് ഇറക്കിയത്. അപ്പോൾ ഇവർ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് തിയേറ്ററിൽ പോയി കാണുക. എന്നിട്ട് എന്തായാലും അവരുടെ തിയേറ്ററിൽ സബ് ടൈറ്റിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ അവരിരുന്ന് കണ്ടിട്ട് കണ്ട പടം ഒന്നും മനസ്സിലായില്ല. വെൻ ദ മൂവീസ് ഹെവിലി റിലയൻറ്റ് ഓൺ എക്സ്പോസിഷനും ഇങ്ങനത്തെ ഡയലോഗ്സും. കാരണം ഈ സിനിമയുടെ കുറേ എൻജോയ്മെൻറ്റ് ലൈക്ക് ദർ ഇസ് ദാറ്റ് ആക്ഷൻ പടത്തിൻ്റെ ഒരു ആസ്പെക്റ്റ് ഓഫ് ദ മൂവി. പിന്നെ ദർ ഇസ് ഓൾസോ ലൈക്ക് ആ ആക്ഷൻ പടം മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ആ റൂൾസ് എല്ലാം മനസ്സിലായാലാണ് അത് നമുക്ക് കാണുമ്പോൾ ഓക്കെ ദിസ് ഇസ് വൈ ദിസ് ഇസ് ഹാപ്പനിങ് എന്ന് തോന്നുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ ഒരു മൈൻഡ്ലെസ് ആക്ഷൻ പടം പോലെയായി മാറും പടം. ഐ എം നോട്ട് സേയിങ് ദിസ് മൂവീസ് ലൈക്ക് സ്മാർട്ട് ഓർ എനിത്തിങ്. ഇച്ചിരി സമയം എടുക്കും ഇതൊന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാൻ, അത്രേ ഉള്ളൂ. അതാ ഇത്ര നാള് നോളൻ എക്സ്പോസിഷൻ കൂടുതലാന്ന് പറഞ്ഞതിന്റെ എല്ലാം ക്രിറ്റിസിസം അണ്ണാക്കി കൊടുത്ത പോലെയാണ്. അയ്യോ, ഒട്ടും സ്പൂൺ ഫീഡിങ് ഇല്ലാത്ത പോലെ. എനിക്ക് ശരിക്കും ദേഷ്യം വന്നു ഈ സിനിമ ആദ്യമായിട്ട് കണ്ടപ്പോൾ. കാരണം എല്ലാ 5 മിനിറ്റും മറ്റേ വാക്കിംഗ് സീൻ ഉണ്ട്. ഓ ഈ വാക്കിംഗ് സീൻ മറ്റേ നമ്മൾ ആ ഫോർത്ത് ഓപ്പണിന്റെ ഇടയ്ക്ക് സംസാരിച്ചോണ്ടിരുന്നത് പറഞ്ഞല്ലേ, ഈ ഓരോ ലൈൻ കഴിയുമ്പോഴത്തേക്കിന് ലൊക്കേഷൻ മാറുന്നു. ലൊക്കേഷൻ മാറി എന്നിട്ട് അതിന്റെ ബാക്കി അവിടെ വെച്ച് അതിന്റെ ബാക്കി വേറെ ലൊക്കേഷൻ. അത് എന്നുവെച്ചാൽ ഇതിനിടക്ക് പോസ് ചെയ്തിട്ട് പുള്ളി നമുക്ക് ബാക്കി അവിടെ പോയി. അത് ആ ഒരു അത് തന്നെ ഒരു വഴിന്ന് ഒരു ലൈൻ പറയും, ഏതോ ഇത് നമുക്ക് അതിനകത്ത് ഒരു ഫയർ പവർ കയറ്റണം. പിന്നെ അടുത്ത ലൈൻ പറയുന്ന ബസ്സിനകത്തില്ല, അവിടെ പ്ലെയിൻ കൊണ്ടുപോകണം. അത് ഈ ഇൻസെപ്ഷനിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മറ്റേ. പക്ഷെ അത് പിന്നെയും ഡ്രിവൺ ആയിരുന്നു, കാരണം ആ ഒരു ഡ്രീമിന്റെ ഒരു ഫീൽ കൊടുക്കാനായിട്ട്. കാരണം അത് കഴിഞ്ഞിട്ട് മറ്റേ ലിയോ എന്താ ഇത് ചോദിക്കുമ്പോൾ കത്തില്ലേ നമുക്ക്, ദേ ഡോണ്ട് നോ ഹൗ ദേ ഗോട്ട് ഹിയർ. സോ അവിടെ ആ കട്ടുകളും ഇതിനൊക്കെ കുറച്ചുകൂടി ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ കട്ട് പോകാൻ. പക്ഷെ ഇതിൽ ഒരു ലൈക്ക് ഞാൻ 3 തവണ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു എസ്തെറ്റിക് എൻജോയ് ചെയ്യാൻ പറ്റി. ലൈക്ക് ഒരിക്കലും ഒരു ആക്ഷൻ മൊത്തത്തിൽ കാണിക്കില്ല, ജസ്റ്റ് ആ ആക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോവുക ചെയ്യണത് അവരിങ്ങനെ. നെവർ വേസ്റ്റിംഗ് ടൈം എന്നുള്ള രീതിയിൽ ഭയങ്കര ഹെവി ആയിരുന്നു. I didn't mind it all that much, I just thought it was funny, that's all. I didn't hate it. It just reminded me of other people also. അതിൻ്റെ ഒരു ഇതൊന്ന് സെറ്റായാൽ ഐ തിങ്ക് നമ്മൾ ഇതെല്ലാം അതുകൊണ്ടാണ് ഞാനിത് റീവാച്ച് ചെയ്യാൻ കുറച്ചുകൂടെ എക്സൈറ്റഡ് ആയത്. കാരണം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ പടം കാണുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് എങ്ങനെയായിരിക്കും എന്ന്. കാരണം നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ എല്ലാം നമ്മൾ
ഫ്രഷ് ആയിട്ടല്ല എക്സ്പീരിയൻസ് ചെയ്യണത്. ഒരു പിടുത്തമില്ല എന്തോ നടക്കുന്നതാണ്. Yeah. ബട്ട് ഇൻ എ ഫൺ വേ. അപ്പോൾ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നെങ്കിലും ഐ വാസ് എക്സൈറ്റഡ് ഫോർ എ റീവാച്ച്. കാരണം എനിക്ക് അറിയണം, ഓക്കെ ഇനി ഇത് മനസ്സിലാക്കിയിട്ട് കാണുമ്പോൾ എന്തായിരിക്കുന്നു. പിന്നെ ഇതിന്റെ ഈ ക്യാരക്ടേഴ്സിന് ഡെപ്ത് ഇല്ല, ഇതില്ല, മോട്ടിവേഷൻ ഇല്ല എന്നുള്ള ക്രിറ്റിസിസത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എനിക്ക് ഒരു ഇഷ്യൂ ആയി തോന്നിയില്ല. എനിക്ക് ഇഷ്യൂ ആയിട്ട് തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ സീനിൽ പുള്ളിക്കാരി തിരിച്ചു പോകത്തില്ലേ, ഇവിടെ പുള്ളിക്കാരിക്ക് വെടിയേക്കത്തില്ലേ, ആ എന്നിട്ട് പുള്ളിക്കാരെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ തിരിച്ചു പോണത്, വേറെ റീസൺ ഒന്നും ഇല്ലല്ലോ. പുള്ളിക്കാരീനെ രക്ഷിക്കണത് രക്ഷിക്കണമെങ്കിൽ ഒരു റിവേഴ്സ് ബാക്കപ്പ് പ്ലാൻ ആയിട്ടല്ലായിരുന്നോ? ലൈക്ക് അല്ല, ദർ ഇസ് ദിസ് തിങ് വേർ ഈ പ്രൊട്ടഗണിസ്റ്റിന് പുള്ളിക്കാരീനെ ഇറ്റ്സ് നോട്ട് ലൈക്ക് എ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, പക്ഷെ ഒരു ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യണില്ലല്ലോ റൊമാൻറ്റിക് ആണോ അതോ അതങ്ങനെ റൊമാൻസ് അല്ല, അത് ഒരു എനിക്കൊന്നും പുള്ളിക്കാരിയോട് ഒരു സിമ്പതിയോ എന്തോ ഉണ്ട്, അങ്ങനത്തെ ഒരു ടൈപ്പ് റിലേഷൻഷിപ്പ്. അപ്പോൾ ആ ഒരു ഇതിൽ ഹി വോണ്ടഡ് ടു സേവ് ഹർ, അങ്ങനെയാണ് അവളെ രക്ഷിക്കണം. പിന്നെ ഷീ ബിക്കംസ് ലൈക്ക് എ ബാക്കപ്പ് പ്ലാൻ ഫോർ ദം. എങ്ങാനും ഇവർക്ക് ഈ സാധനം സമയത്തിനുള്ളിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഫക്ക് ഇറ്റ്, കിൽ ദിസ് ഡൂഡ് എന്നുള്ള രീതിയിലാണ് എനിക്ക് പിന്നെ തോന്നുന്നത്. അവർക്ക് വെടി കൊള്ളാനും കാരണം ഇവൻ തന്നെയാണല്ലോ. അതെ എന്നാലും എന്തോ ഒരു കല്ലടിയൊക്കെ പോലെ തോന്നി. പിന്നെ മറ്റേ ഗ്രാൻഡ് ഫാദർ പാരഡോക്സിന്റെ സെറ്റപ്പ് ഒന്നും എനിക്ക് കത്തിയിട്ടില്ല ശരിക്കും. എനിക്ക് 1 by 1 ഓരോ സാധനം പയ്യെ ടാക്കിൾ ചെയ്യാൻ എനിവേ ഈ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഇത് അത് I don't know, it didn't bother me at all, you know. അതായത് എന്താ പറഞ്ഞ ഈ പേഴ്സണൽ ഒരു കഥ വേണം, അതായത് ഒരു പേഴ്സണൽ ഇമോഷൻസ് വേണം, ഇയാൾക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ മോട്ടിവേഷൻ വേണം, ഇതെല്ലാം കൊണ്ടുവന്നാൽ ഇതിൽ ജസ്റ്റ് എൻഡ് അപ്പ് ബി ഇൻസെപ്ഷൻ 2. ഇതുപോലെ ഒരു പേഴ്സണൽ ഇതൊക്കെ വന്നു. പുള്ളി ഓൾറെഡി ഇൻസെപ്ഷനിൽ ഇൻഡസ്ട്രിയലിൽ സെയിം സംഭവം കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ ഇതിലൂടെ കൊണ്ടുവരാൻ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത് Tenet felt like, you know, Nolan wanted to make a James Bond movie or like a Mission Impossible movie, but he didn't want to be associated with the franchise. So പുള്ളിയുടെ തന്നെ ഒരു പരിപാടി അങ്ങ് ചെയ്തു, ഈ ഒരു ജെയിംസ് ബോണ്ട് പ്ലസ് മിഷൻ ഇമ്പോസിബിൾ. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ജെയിംസ് ബോണ്ട് മിഷൻ ഇമ്പോസിബിൾ they don't have fucking character. Ethan Hawke doesn't have a character. He's just doing things, you know. There is like ഇങ്ങനെ ഒരു പ്ലോട്ട് ഡിവൈസ് ഉണ്ട്, ആ പ്ലോട്ട് ഡിവൈസ് കിട്ടണമെങ്കിൽ ഈ 1 ആക്ഷൻ സീൻ ചെയ്യണം, അപ്പോൾ ആ പ്ലോട്ട് ഡിവൈസ് കിട്ടും. അപ്പോഴാണ് നമുക്ക് മറ്റേത് പ്ലോട്ട് ഡിവൈസ് ഉള്ളത്, അപ്പോൾ അതേ വീണ്ടും വലിയൊരു ആക്ഷൻ സീൻ, അത് കഴിയുമ്പോൾ അടുത്ത പ്ലോട്ട് ഡിവൈസ്, അങ്ങനെ ഏറ്റവും അവസാനം വേൾഡ് ഈസ് ഗോയിങ് ടു എൻഡ്, യു നോ. That usual story. It's just an excuse for like ridiculous set pieces, and I don't think there's anything wrong with that. In the end of the day, Tenet ഒരു ഭയങ്കര ബ്ലോട്ടഡ് ആക്ഷൻ പടമാണ്. പക്ഷേ എനിക്കൊന്ന് ആ ഡിസ്കണക്റ്റ് വരുന്നത്, സാധാരണ നമ്മൾ യൂസ് ടു ആയിട്ടുള്ള സ്പൈ പടങ്ങളിൽ യു ഡോണ്ട് ഹാവ് ടു വെറി ടു മച്ച് അബൌട്ട് ദ പ്ലോട്ടിൻ്റെ ആ ഒരു റൂളും. ഇവർ ഇപ്പോൾ ടെനറ്റിൻ്റെ ആണെങ്കിൽ മെയിൻ ഇതെന്ന് വെച്ചാൽ അവർ ആ ടെനറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഐഡിയ, മറ്റേ ഈ ഇൻവേർഷൻ്റെ ഐഡിയ ഭയങ്കരമായിട്ട് എംഫസിസ് കൊടുക്കണോണ്ട് വി എക്സ്പെക്റ്റ് അതൊരു ഇൻ്റഗ്രൽ പാർട്ടാണ് സ്റ്റോറിയുടെ. പക്ഷേ അപ്പോൾ നമ്മൾ കുറേ ഫോക്കസ് കൊടുക്കും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഐ ഗെസ് ഇൻ ദാറ്റ് പ്രോസസ് യു ഹാവ് ടു ചൂസ് വെദർ യു എൻജോയ് ദ പടം ഓർ പ്ലോട്ട് ഫോളോ ചെയ്യണമെന്ന്. അല്ല, ഈവൻ ഇൻവേർഷൻ്റെ ആ സംഭവം ഐ തിങ്ക് ഹി മേഡ് ഇറ്റ്, യുനോ, ആസ് സിമ്പിൾ ആസ് ഹി കുഡ്. അതായത് അത് ആ ഇനീഷ്യലി കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതുമായിട്ട് അങ്ങനെ യൂസ്ഡ് അല്ലല്ലോ, ലൈക്ക് ബാക്ക്വേർഡ്സ് മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്. സോ ടു ജസ്റ്റ് റാപ്പ് മൈ ഹെഡ് അറൌണ്ട് ദാറ്റ് ഇറ്റ് ടുക്ക് ലൈക്ക് എ മൊമെന്റ് ഓർ ടു. ചില ആൾക്കാർക്ക് അത് ഒറ്റ തവണ കാണുമ്പോൾ ചിലപ്പോൾ അത് കത്തുമായിരിക്കും. എനിക്ക് പക്ഷേ എനിക്ക് ആ ഒരു പ്രോസസ്സിംഗ് പവർ ഇല്ല. എനിക്ക് അതിപ്പോഴും ആലോചിക്കുമ്പോഴും എന്തൊക്കെയോ ഒരു ഓക്വേർഡ്നെസ് എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, അത് ഇതാണോ എന്നൊരു ഡൗട്ട് വരും. എന്ന് വെച്ചാൽ പ്ലോട്ട് ഹോൾ പോലെ വരത്തില്ലേ എന്നൊക്കെ ഒരു ഡൗട്ട് വരും. അതാ ആദ്യത്തെ ഈ പടം 2 മണിക്കൂർ കൊണ്ട് ആദ്യത്തെ ഫസ്റ്റ് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്താ നടക്കുന്നത്. പിന്നെ റിവേഴ്സ് വരാൻ തുടങ്ങിയപ്പോഴത്തേന് പിന്നെ പതുക്കെ തിങ്സ് സ്റ്റാർട്ടഡ് മേക്കിംഗ് സെൻസ്. ആൻഡ് ഇൻ ദി എൻഡ് ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, നൗ ഐ സീ വാട്ട്സ് ഹാപ്പനിങ്. എനിക്ക് ആ ഒരു സ്റ്റേറ്റിൽ എത്താനായിട്ട് തന്നെ കുറേ തവണ കാണും, കുറേ എക്സ്പ്ലനേഷൻസ് വായിക്കും, എൻ്റെ അടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യം വന്നു എനിക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്താൻ. കാരണം എനിക്കെന്തോ ആ ഒരു ഐഡിയ ഓഫ് ഇൻവേർഷൻ കത്താനായിട്ട് കുറേ നേരം എടുത്തു.
പക്ഷേ ഇപ്പോൾ ആദ്യമാണെങ്കിലും നീ പറയാനുള്ളത് നിനക്ക് എന്തോ ഭയങ്കര ഇതായി തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് നീ അത് രണ്ടാമത് കാണുമ്പോൾ കുറച്ചുകൂടെയും ലൈക്ക് ഇപ്പോൾ ഇതെല്ലാം ഇത്ര ഇൻഫർമേഷൻ മനസ്സിലായതുകൊണ്ട് സിനിമ കാണുമ്പോൾ പെട്ടെന്നും കൂടെ ക്ലിക്കാവുന്നു. പക്ഷേ തന്നെ അഗെയിൻ അത് എൻ്റെ ഞാൻ പിന്നെ കേൾക്കണ അടുത്തൊരു സിനിമയെ പറ്റിയുള്ള ക്രിറ്റിസിസത്തിനെ കുറച്ച് ഓർമ്മ വരുന്നത്, ഈ സിനിമ രണ്ടാമത് ലൈക്ക് ഇഫ് ഇറ്റ് ഡിമാൻഡ്സ് യു ടു വാച്ച് മൾട്ടിപ്പിൾ ടൈംസ് അത് കാണാൻ തോന്നിപ്പിക്കണ്ടോന്ന്. കാരണം ഞാൻ ആദ്യമായിട്ട് നേരത്തെ സംസാരിക്കുമ്പോൾ നീ പറയണ്ടായിരുന്നു എനിക്കത് ഒന്നുകൂടി കാണാൻ തോന്നുന്നുള്ളതെന്ന്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തില്ല എനിക്കത്. ലൈക്ക് മനസ്സിലായില്ലേ, ഇത് നമുക്ക് ലൈക്ക് ഇത് മനസ്സിലാക്കി എടുത്ത് വെച്ചാൽ ഓ മാൻ ഇത് അതായിരുന്നല്ല, അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തില്ല. കുറച്ച് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് അത് മനസ്സിലാക്കാതിരിക്കണ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് ഫോർ ഈ എസ്ഐറ്റിന് വേണ്ടി ആ ഒരു ഫീൽ എനിക്ക് വന്നു പറയാൻ കഴിഞ്ഞപ്പോൾ. പക്ഷേ ഈ സിനിമ പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ബ്ലോക്ക് ക്രോസ് ചെയ്ത് എനിക്ക് തോന്നുന്നു സിമ്പിളായി തുടങ്ങും പയ്യെ പെട്ടെന്ന് തന്നെ. നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് കയറാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇങ്ങനെ ലൈക്ക് ഇത് പറയുമ്പോൾ ചിലപ്പോൾ തോന്നും ഇത് ഭയങ്കര ഭീകര ഹ്യൂജ് കൺസെപ്റ്റ് ഉള്ള പടമാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇറ്റ്സ് വെരി ബേസിക്. നമ്മൾ ആലോചിച്ച് ടൈം ലൈൻ എനിക്ക് ശരിക്കും വേണ്ട മനസ്സിലായി ആ ഒരു ഫീൽ വന്ന്. എന്നുവെച്ചാൽ ഇവിടെ വന്നിട്ട് ലൈക്ക് പുറകോട്ട് വന്നിട്ട് മുമ്പോട്ട് വരും, എന്നിട്ട് ഒരാൾ മാത്രം പുറകോട്ട് പോകും, ആരെ ഫോളോ ചെയ്യണമെന്നുള്ള ഭ്രാന്ത് വരും. പിന്നെ ഫക്ക് ഇറ്റ് എന്നൊരു അത് ശരിയാണ്. ബട്ട് I don't think the movie demands a rewatch, you know. Like I wouldn't use the word demand. അതായത് റീവാച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഒറ്റ കാഴ്ചയ്ക്ക് അത്യാവശ്യം സാറ്റിസ്ഫൈ ആകാനുള്ള പരിപാടി സംഭവം എല്ലാം അതിനകത്തുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ദ മൂവി ഈസ് എസെൻഷ്യലി എ പാലൻഡ്രോം, യുനോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ് ദ സെയിം തിങ്. ലൈക്ക് ദർ ഇസ് ലൈക്ക് എ 1 hour മൂവി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചേക്കണം, യുനോ. സോ അങ്ങനെ ഒരു ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഡിമാൻഡ്സ് എ സെക്കൻഡ് വ്യൂയിങ്, ബട്ട് യുനോ ഇഫ് യു വാണ്ട് ടു വാച്ച് എ സെക്കൻഡ് ടൈം ഐ തിങ്ക് വിൽ ബി എ ലോട്ട് മോർ ഫൺ, ഐ ഗെസ്. അല്ല, ഡിമാൻഡ്സ് നീ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ, റൈറ്റ്? ഇപ്പോൾ അണ്ണനെ അത് ഒറ്റവണ കണ്ടപ്പോൾ യു ആർ ഏബിൾ ടു പ്രോസസ് ഓൾ ദാറ്റ്. ഞാനിപ്പോൾ ഒരാളുടെ അടുത്ത് വേറെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഹി വാസ് ലൈക്ക് ഇതിലെന്താ മനസ്സിലാവാൻ ഇത്രയും പാടുന്നോ അങ്ങനെയൊക്കെ. പക്ഷേ ദെൻ അഗെയിൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് 3 തവണ കണ്ടിരുന്നു. എൻ്റെ വേറെ ഫ്രണ്ട്സിനും ഇതിങ്ങനെ ഒറ്റ തവണ കണ്ടിട്ടല്ല മനസ്സിലായത്, കുറേ എക്സ്പ്ലെയിനിങ് ആവശ്യം വന്നു അവർക്ക്. സോ ലൈക്ക് ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഡിമാൻഡിങ് ആയ ഒരു പടമായിട്ട് തോന്നും, ചില ആൾക്കാർക്ക് അത് അത്രയും തോന്നില്ല. പക്ഷേ ദ ഇഷ്യൂ ഇസ് ലൈക്ക് എവ്രി വൺസ് വാച്ചിങ് ദിസ് മൂവി, റൈറ്റ്? പല ഒപ്പീനിയൻസും അപ്പോൾ വരും. അപ്പോൾ വി ആർ ഇക്വേറ്റിംഗ് എവ്രി വൺ ടു ദ സെയിം തിങ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെയാണ് ആ ഒരു ഇഷ്യൂ വരുന്നത്. എല്ലാവർക്കും ലൈക്ക് ഇത് നല്ല സിനിമയാണോ പൊട്ട സിനിമയാണോ എന്നുള്ളൊരിത്. ചില ആൾക്കാർക്ക് ഐ തിങ്ക് ദേ ടേക്ക് മോർ ടൈം ടു ലൈക്ക് പ്രോസസ് ദീസ് തിങ്സ്, റൈറ്റ്? It is I wouldn't say unnecessarily complex. It is just complex, but there is so much to explain, but there is so less time. പുള്ളി പെട്ടെന്ന് തന്നെ പറഞ്ഞു റിവിഷൻ പോലെ പോകുന്നത്. Like, wait, what? എന്താ എനിക്ക് ഇതിൻ്റെ എഡിറ്റിംഗ് ഭയങ്കരമായിട്ട് ലൈക്ക് എൻ്റെ വേറൊരു മോട്ടിവേഷൻ ഇത് പിന്നെയും കാണാനായിട്ടുണ്ടായിരുന്നു എൻ്റെ എഡിറ്റിംഗ് അറിയാനായിരുന്നു. കാരണം ഇത്രയും ഒരു ചങ്ക് ഇൻഫർമേഷൻ അല്ലേ ഇവർ ഇതിങ്ങനെ കൊടുത്തോണ്ടിരിക്കണം. ഞാൻ പിന്നെ ആലോചിക്കുക ലൈക്ക് എക്സ്പോസിഷൻ അല്ലാണ്ട് വേറെ എങ്ങനെയായിരിക്കും ഇവർ ഇത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണേന്ന്. നിങ്ങൾക്ക് എന്താ ഈ സിനിമയുടെ ഇപ്പോൾ ഈ സിനിമ കുറേ എക്സ്പോസിഷൻ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഈ കഥ പറയാനായിട്ട്. നിങ്ങൾക്ക് എന്താ അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം? ലൈക്ക് is that a good thing or a bad thing? I don't know, good or bad. I thought it was necessary, maybe necessary evil at some moments, you know. It's like you know, ഇതിലും അത്രയും ഡയറക്റ്റ് ആയിട്ട് എക്സ്പോസിഷൻ കൊടുക്കാതെ ചെയ്യാമായിരുന്നു. ബട്ട് യു നോ ഐ എം ഫൈൻ വിത്ത് വട്എവർ ഐ സോ ഓൺ സ്ക്രീൻ. സോ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ്. കാരണം എനിവേ എന്തായാലും ഈ ഭയങ്കര വൺ സെറ്റ് പീസ് വരുന്നുണ്ട്. സോ സെറ്റ് പീസിൽ സം ഓഫ് ദ തിങ്സ് വോണ്ട് മേക്ക് സെൻസ്. അപ്പോൾ സെറ്റ് പീസ് തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇതാണ് ഓക്കെ സെറ്റ് ലെറ്റ്സ് ഗോ, ആ ഒരു ഇതിലാണ്. ഐ ഡിഡ്ന്റ് റിയലി മൈൻഡ് ഇറ്റ്.
the thing is, ഈ ഉള്ള എക്സ്പോസിഷൻ എല്ലാത്തിനും he was making up with the action set pieces and whatever experience, whatever visuals we were seeing, സ്റ്റൈല് വെച്ച് ഈ സംഭവം എല്ലാം കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് I was like somewhat fine with it. If the action scenes were underwhelming, then I might have been a little annoyed. Also, if I saw the movie in my laptop, I would probably hate the movie. So just putting that out there. Understandable. Yeah. Yeah. അതാണ് ഈ ഇങ്ങനെ ഇതിനെപ്പറ്റി അനുഭവിച്ച് ചെയ്യാനുള്ള ഗ്യാപ്പ് എനിക്ക് കിട്ടിയില്ലായിരുന്നു. അതാണ് പ്രധാന ഇത്. ഇതിനെപ്പറ്റി വറി ചെയ്യാനോ ദേഷ്യപ്പെടാനോ ഈ ചിന്തിച്ച് കാട് കയറാനുള്ള സമയമോ ഗ്യാപ്പോ എനിക്കില്ലായിരുന്നു. കാരണം അണ്ണാക്കി ഇത് ബേസ് ഇരിക്കുമ്പോഴത്തേക്ക് എങ്ങനെ ആലോചിക്കാൻ ഇതൊക്കെ. ഈ ഒന്നാലോചിച്ചാൽ ഈ കഥയുടെ ലൈക്ക് ഈ ടെക്നിക്കലി ഈ സിനിമയുടെ ലൈക്ക് കോൺഫ്ലിക്റ്റ് അത്രയും ത്രെട്ടനിങ് അല്ലല്ലോ ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്. ഇവർ ഈ പറയണ ഈ പൊക്കിക്കൊണ്ടുവരുന്ന ഈ ഗ്രാൻഡ് ഫാദർ പാരഡോക്സും പരിപാടിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും ലൈക്ക് വി നോ തിങ്സ് ആർ ഗോയിങ് ടു ബി ഫൈൻ. പക്ഷേ സിനിമ ഭയങ്കരമായിട്ട് നമ്മളെ ആ ഒരു ഇതിലങ്ങ് കുത്തി കയറ്റി ഇരുത്തിയോണ്ട് ഇറ്റ് ഡസൻ ഗിവ് യു ടൈം ടു തിങ്ക് അബൌട്ട് ദാറ്റ് ലോജിക്. പെട്ടെന്ന് സിനിമ കഴിയുമ്പോൾ അത് കത്തും. പക്ഷെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ it's a mixed bag, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. I hate it and like it at the same time. I love it and I hate it at the same time, simultaneously. Inversion. Tenet. എനിക്കെന്തോ ഒബ്വിയസ്ലി ഈ സിനിമ ഇറങ്ങിയതിന് തൊട്ടുള്ള ഒരു തല്ലാണല്ലോ ഇത് ക്രിസ്റ്റഫർ നോളൻ ഹാക്കാണോ അല്ലയോ എന്ന്. പക്ഷേ ഈ സിനിമയെപ്പറ്റി കൂടുതൽ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഡിസ്കഷനിൽ ലൈക്ക് ഐ എം എൻജോയിങ് ദ ഡിസ്കഷൻ. ലൈക്ക് ഇവർ ചുമ്മാ തല്ലുപിടിച്ചോണ്ടിരിക്കണത് രണ്ട് ഗ്രൂപ്പും. അല്ലെ ഒരാൾ പറയണ ഇയാൾ ജീനിയസ് ആണ്, മാസ്റ്റർ പീസ്, ഇത്രയും കുറേ നാളിന് ശേഷമാണ് ഒരു IP ഭയങ്കര ഒറിജിനലായിട്ട് ഇങ്ങനെ ഈ സൂപ്പർ ഹീറോ സിനിമകളുടെ ഇടയിൽ ഇങ്ങനെ ഇയാൾ ഉണ്ടാക്കിയെടുത്തേക്കണേ എന്നൊക്കെ പറയും. മറ്റാൾക്കാരാണ് ഇയാൾ ഒരു ഹാക്കാണ്, എന്താ ചുമ്മാ എക്സ്പോസിഷൻ ഇട്ടിട്ട് അങ്ങനെ പഴയ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് കണ്ടിരിക്കാൻ രസമാണ്. പക്ഷേ എനിക്ക് കൂടുതലായിരിക്കുമ്പോൾ ലൈക്ക് ഐ മോർ ഐ റിയലൈസ് ഹൗ പോയിന്റ്ലെസ് ഇറ്റ് ഇസ് ടു ആർഗ്യൂ അബൌട്ട് ദാറ്റ്. ഇയാൾക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ എടുത്തു. പുള്ളിയുടെ ഞാൻ മറ്റേ ഇത് റെക്കോർഡിങ്ങിന് മുന്നേ ഒരു വീഡിയോ അയച്ചില്ലായിരുന്നു പുള്ളി ലൈവ് പോയത് Q&A ചെയ്തതെന്ന് പറഞ്ഞിട്ട്. അതിലിങ്ങനെ പുള്ളി സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത് ടെനറ്റിന് വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റ് ക്ലൈമാക്സസ് ഉണ്ടായിരുന്നു എഡിറ്റിൻ്റെ സമയത്ത്. പുള്ളി പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, പുള്ളി എപ്പോഴും എല്ലാ സിനിമ അപ്രോച്ച് ചെയ്യണത് ഒരു എൻഡിങ് മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ്. പക്ഷേ ആകെ വ്യത്യാസം വന്നിട്ടുള്ളത് ഇൻസോമിയയുടെ എൻഡിങ്ങിനാന്ന്. എന്നിട്ട് പുള്ളി അറിയാണ്ട് ഇൻസോമിനിയുടെ എൻഡിങ് പറയാൻ പോയപ്പോൾ പുള്ളി എന്നെ നിർത്തിയിട്ട് പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ പറയണില്ല, ഐ ഡോണ്ട് വോണ്ട് ടു സ്പോയിൽ ദാറ്റ് മൂവി ഫോർ യു എന്ന്. ഇൻസോമിനി എന്നാ ഇറങ്ങിയത് ആൻഡ് സ്റ്റിൽ ഹീ ഈസ് വെറീഡ് അബൌട്ട് സ്പോയിലിങ് ഇറ്റ്. ലൈക്ക് പുള്ളി അത്രയും പ്രഷ്യസ് ആയിട്ടാണ് പുള്ളിയുടെ സിനിമകളാണ്. ലൈക്ക് പ്ലീസ് എൻ്റെ സിനിമ മര്യാദയ്ക്ക് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, അങ്ങനത്തെ ഒരു രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പോൾ അത്രയും ലൈക്ക് ഒബ്വിയസ്ലി ഐ ഡോണ്ട് തിങ്ക് he has any ulterior intentions in making any movie. പുള്ളിക്ക് എൻജോയ് ചെയ്തിട്ട് തന്നെ പുള്ളിയുടെ ഒരു ആർട്ടോ എന്താണെന്ന് വെച്ചാൽ പുള്ളി ക്രിയേറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ലൈക്ക് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ക്രിട്ടിസൈസിങ് വെദർ ഇറ്റ്സ് എ ഗുഡ് മൂവി ഓർ എ ബാഡ് മൂവി. Christopher Nolan is not a hack. He is definitely a very very talented filmmaker. ഈ പുള്ളിയുടെ കാര്യത്തിൽ രണ്ട് എക്സ്ട്രീമാണ്. ഒരാൾ പറയുന്നത് പുള്ളി കർത്താവിൻ്റെ രണ്ടാം വരവാണെന്ന് ഒരു വശം പറയുന്നു, മറ്റേ വശം ഹീസ് എ ഹാക്ക്, ഹീസ് ഓൺലി എക്സ്പോസിഷൻ. ലൈക്ക് നോളൻ എക്സ്പോസിഷൻ മാത്രമുള്ളെന്ന് പറയുന്ന മറ്റേ പെല്ലിശ്ശേരി ഇതിട്ട് മാത്രമുള്ളെന്ന് പറയുന്ന പോലെ ഇറ്റ്സ് എ സ്റ്റുപ്പിഡ് ക്രിട്ടിക്. അല്ല പക്ഷേ ഇതിപ്പോൾ കുറ്റം എക്സ്പോസിഷന് കുറ്റം പറയാന്ന് വെച്ചാൽ ഒരു ഇതിലാലോചിച്ച് നോക്കിയാൽ പുള്ളിയുടെ സ്റ്റോറി ടെല്ലിങ് ഇതിനെ ഹാൻഡിക്യാപ്പ് ചെയ്യല്ല എക്സ്പോസിഷൻ വെച്ച്. പുള്ളി എന്തോരം പടങ്ങളിലാണ് ഇത് റിലൈ ചെയ്യണത് ഈ ഒരു പ്ലോട്ട് ഡിവൈസ്, ഈ ഒരു സ്റ്റൈൽ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ പുള്ളി ഭയങ്കരമായിട്ട് ഓവർ ഇൻ്റലിജ് ചെയ്യുന്ന ഉള്ള ഒരു പെർസ്പെക്റ്റീവ് നിന്നാണ് പുള്ളിയുടെ എക്സ്പോസിഷനെ ക്രിട്ടിസൈസ് ചെയ്യണതെന്ന് ഞാൻ മനസ്സിലാക്കിയത്.
No, the thing is പുള്ളിയുടെ എക്സ്പൊസിഷൻ മെയിൻലി പുള്ളിക്ക് ഈ എക്സ്പൊസിഷൻ ഹെവി ആയിട്ടുള്ള രണ്ടും അവിടെ ഇൻസെപ്ഷനും മറ്റേ ഇൻഡർസ്റ്റെല്ലറുമാണ്. ഇതിൽ രണ്ടിലും പ്രത്യേകിച്ച് ഇൻസെപ്ഷൻ ഇറ്റ് ഹാഡ് ടു ബി ദാറ്റ് എക്സ്പൊസിഷൻ ഹെവി ബിക്കോസ് ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ന്യൂ കോൺസെപ്റ്റ്. ലൈക്ക് വി ഹാവ് നോ ഐഡിയ വാട്ട്സ് ഗോയിങ് ഓൺ. അതാണ് ഇവർ പറഞ്ഞു വരുന്നത്. ലൈക്ക് എല്ലാവരും പറയും ഇറ്റ് ഹാഡ് ടു ബി, പക്ഷേ അത് പുള്ളി വേറെ ഓപ്ഷൻസ് എക്സ്പെരിമെൻ്റ് ചെയ്യാത്ത, ലൈക്ക് അത് നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ, റെഫറൻസ് ഇല്ലല്ലോ പറയാനായിട്ട്. അപ്പോൾ ലൈക്ക് അത് പുള്ളി അത് എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് വെച്ചിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണത്. എനിക്ക് ആ ഒരു രീതിയിൽ ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട് ലൈക്ക് ഓക്കെ വേറൊന്ന് മാറ്റി പിടിച്ചുകൂടെ, അല്ലെങ്കിൽ അങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ. എന്തുകൊണ്ടാണ് ഇതിനോട് ഇത്രയും ഡിപ്പെൻഡൻ്റ് ആവണേ? ദൈവം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ എക്സ്പോസിഷൻ ഇല്ലെങ്കിൽ പുള്ളി എന്ത് ചെയ്യും? ഈ കഥ പറയില്ലേ? ആ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നു പലരും ഇതിനോട് ക്രിട്ടിസൈസ് ചെയ്യാൻ വരാൻ കാരണം തോന്നുന്നു. ഒബ്വിയസ്ലി ദേഴ്സ് ദോസ് എക്സ്ട്രീം കേസസ് ഓഫ് എന്താ പുള്ളീനെ ദൈവമായി കാണുന്നതും പുള്ളി ഒരു തട്ടിപ്പായി ആണെന്ന് കാണുന്ന കേസസ്. പക്ഷേ എന്നാലും ഇതെല്ലാം എക്സ്ട്രീമായി വരുന്നത് ഒരു റീസണബിൾ പോയിന്റ് എന്നല്ലേ? ഇൻട്രസ്റ്റിംഗ്. എക്സ്പൊസിഷൻ അല്ലാതെ ഇപ്പോൾ പുള്ളി വാട്ട് ക്യാൻ ഹി ഡു ദോ? ഇപ്പോൾ ഐഡിയാസ് പറയാനായിട്ട് പല ഇൻട്രസ്റ്റിംഗ് വേസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ സിനിമയിലാണെങ്കിൽ മറ്റേ ഒരിടയ്ക്ക് പോത്തേട്ടൻ ബ്രില്യൻസ് എന്ന് പറഞ്ഞിട്ട് വരണ്ടായിരുന്നല്ലോ, പുള്ളി എങ്ങനെ മിനിമലായിട്ട് കഥകൾ കാണിച്ചെന്ന്. ഇപ്പോൾ മറ്റേ മഹേഷിൻ്റെ പ്രതികാരത്തിൽ മറ്റേ പ്ലാവ് വെട്ടിക്കൊണ്ടുവന്ന പുള്ളി മരിക്കണത്, തണ്ട് ഒടിയണ ഷോട്ടും കാണിച്ചു, പിന്നെ ചക്ക താഴെ വീണ് പൊട്ടണതും കാണിച്ചു. പക്ഷെ ആ ചക്ക പൊട്ടണേൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിന്ന് മനസ്സിലായി ആ വീഴ്ചയുടെ ഒരു ഇത്. അപ്പോൾ അത് ഒരു എക്സ്പോസിഷൻ ഇല്ലാണ്ട് ആണ് അവർ ആ ഒരു ഐഡിയ കൺവേ ചെയ്തത്. അപ്പോൾ ഇത്രയും ഹെവിയായി ഉള്ള ടോപ്പിക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹീ കുഡ് ഹാവ് ലുക്ക്ഡ് ഇൻ ടു അതർ വേസ് ഓഫ്. ഇപ്പോൾ ചിലപ്പോൾ പുള്ളിയുടെ ഫോക്കസ് ലൈക്ക് വേണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറയാം പുള്ളിയുടെ ഫോക്കസ് ആക്ഷനിൽ മാത്രമായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ആറ്റ് എനി കോസ്റ്റ് ഇതെന്തെങ്കിലും കാണിച്ചിട്ട് ഈ ആക്ഷനിലേക്ക് എത്തണം, അതായിരുന്നു പുള്ളിയുടെ ഇൻറ്റൻഷൻസ് എന്ന്. അപ്പോൾ പിന്നെ പുള്ളി ഒരു എന്താ പറയുക, ഒരു ഇൻ ദി എൻഡ് ഓഫ് ദ ഡേ ടെനറ്റ് ഒരു മസാല പടം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. പുള്ളിയുടെ എല്ലാ മൂവി ആ ഒരു മെയിൻ സ്ട്രീം ബ്ലോക്ക് ബസ്റ്റർ ഇതാണ്. ഈവൻ ഇൻസെപ്ഷൻ മറ്റേ നമ്മൾ ആ എക്സ്പൊസിഷൻ പറയുമ്പോഴും വി സ്റ്റിൽ ഗെറ്റ് ടു സീ റൈറ്റ്. പുള്ളി അങ്ങനെ ചുമ്മാ അങ്ങനെ പറഞ്ഞു വിടുമല്ലോ, പുള്ളി ഇങ്ങനെ വേൾഡ് ബെൻഡ് ആവുന്നു പറയും, വി ലിറ്ററലി സീ ദ വേൾഡ്. പക്ഷേ അല്ല അതാണല്ലേ ലൈക്ക് ഇവരിങ്ങനെ ലിറ്ററലി പറയല്ലേ നമ്മുടെ അടുത്ത് എങ്ങനെ ചിന്തിക്കണം എന്ന്. പക്ഷെ ഇതൊരു ഫുൾ ഫ്രഷ് ന്യൂ കോൺസെപ്റ്റ് അല്ലേ? ലൈക്ക് അല്ലാതെ ഇപ്പം ഈ ഒരു മെയിൻ സീറ്റ് 100-150 മില്യൻ്റെ പടമാണ്. അപ്പോൾ ക്യാൻ ദേ അഫോർഡ് ടു എക്സ്പെരിമെന്റ് വിത്ത് ലൈക്ക് എന്താ പറയുക പുതിയ രീതി സ്റ്റോറി ടെല്ലിങ് അല്ലെങ്കിൽ ഇതിൽ എൻ്റെ ലൈക്ക് ബ്ലേഡ് റണ്ണർ 2049 അല്ല. ദ തിങ് ഇസ് ലൈക്ക് 100-150 കോടി മുടക്കണത് ഈ എക്സ്പോസിഷൻ കാണിക്കാനല്ലേ? അല്ല, 100-150 മുടക്കുന്ന മറ്റേ സെറ്റ് പീസസ് കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാം. പുള്ളിക്ക് അതിലോട്ടാണ് പുള്ളിയുടെ താല്പര്യം. ഈസ് നോട്ട് ബോതേർഡ് അബൌട്ട് ദ കൺസെപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ ബോതേർഡ് എന്ന് വെച്ചാൽ ഐ എം സെയിങ് ഹി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ കമ്മിങ് അപ്പ് വിത്ത് ദീസ് കൺസെപ്റ്റ്സ്, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഹി ഈസ് ആസ് ഇൻട്രസ്റ്റഡ് ഇൻ ടെല്ലിങ് ദോസ് കൺസെപ്റ്റ്സ്. ഐ തിങ്ക് ഹീസ് ടെല്ലിങ് ദോസ് കോൺസെപ്റ്റ്സ് ഇൻ ലൈക്ക് എ വേ, അതായത് ആർക്കും മനസ്സിലാവുന്ന ഒരു രീതിയിൽ മാക്സിമം എന്താ പറയുക സിംപ്ലിഫൈ ചെയ്തിട്ട് പുള്ളി പറയുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ദാറ്റ് ഈസ് എക്സ്പൊസിഷൻ പറയുക, കാണിക്കുക. പക്ഷേ ക്ലിയർലി ആ സിംപ്ലിഫിക്കേഷൻ വർക്കൗട്ട് ആയില്ലല്ലോ ടെനറ്റിൽ. ടെനറ്റ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് സിംപ്ലിഫൈഡ്. കാരണം ടെനറ്റിൽ ജസ്റ്റ് മറ്റേ റിവിഷൻ പോലെ പറഞ്ഞു പോകണം. മറ്റേ ഇൻസെപ്ഷനിൽ എക്സ്പൊസിഷൻ അല്ല ടെനറ്റിലെ എക്സ്പൊസിഷൻ. ഇൻസെപ്ഷനിൽ പതുക്കെ സമയം എടുത്ത് മറ്റേ എലിയറ്റ് പേജിന്റെ ക്യാരക്ടർ ഈസ് ലൈക്ക് എ കംപ്ലീറ്റ്ലി ന്യൂ പേഴ്സൺ. അപ്പോൾ പുള്ളിയെ എങ്ങനെ മറ്റേ ഡിക്കാപ്രിയോയുടെ ആള് ഹീസ് ലൈക്ക് വാക്കിംഗ് ഹിം ത്രൂ ദ മറ്റേ ഡ്രീമും പരിപാടിയും കാര്യങ്ങളൊക്കെ. സോ നമ്മളെ പോലെ തന്നെയാണ് ആ എലിയറ്റ് പേജിന്റെ ക്യാരക്ടറും. കംപ്ലീറ്റ്ലി പുതിയ ആളാണ്. അപ്പോൾ ആളൊരു പുതിയ കാര്യം അറിയുമ്പോഴത്തേക്കിനും നമ്മളും അത് അറിയുന്നു.
യുനോ. ഉം. ഉം. അങ്ങനെ അങ്ങനെ പഠിച്ച് പോകണം. അതായത് ഈ വേൾഡ് ലിറ്ററലി പകുതിയായിട്ട് ബെൻഡ് ചെയ്യുന്നത് ആ ക്യാരക്ടർ ആദ്യമായിട്ട് കാണുമ്പോഴാണ് നമ്മളും ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ ടെനറ്റിൽ നേരെ ഈ ലോകത്തുള്ള എല്ലാവർക്കും ഇറ്റ്സ് ലൈക്ക് നോർമലൈസ്ഡ് യുനോ. അതേ ജെയിംസ് ബോണ്ടിന്റെ കാര്യം പോലെ തന്നെ ഇതൊന്നും പുത്തരിയല്ല എന്നുള്ളത് ഇതാ. ഓ ഇൻവെർഷൻ, ഓ ഓക്കെ നൈസ്, ലെറ്റ്സ് ഗോ. അങ്ങനെ ഇതാണ്. അങ്ങനെ ഒരു നമുക്കൊരു റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇല്ല തന്നെ ടെനറ്റിൽ. എവരി വൺ ഈസ് ലൈക്ക് എല്ലാവരും ആ ലോകത്തെ ആൾക്കാർ തന്നെയായിരുന്നു. ഒരു ഗ്ലാസ്സിൽ കൂടെ ഇങ്ങനെ കുറേ സാധനങ്ങൾ എന്തൊക്കെയോ കാണുന്ന പോലെ ഒരു ഫീല്. അതെ അതെ അതെ. ഐ മീൻ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ഈ ടെനറ്റിനെ പറ്റി അറിയാനും ലൈക്ക് വായിക്കാനൊക്കെ ലൈക്ക് ഈ ഒരു ഐഡിയ പുള്ളി. കാരണം ലൈക്ക് എന്താ പറയുക, ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ ആദ്യത്തെ തവണ കണ്ടപ്പോൾ ലൈക്ക് വെരി ഫസ്റ്റ് വാച്ചിൽ എനിക്ക് കത്തിയൊരു സംഭവം മറ്റേ ഇതായിരുന്നു. ഈ പുള്ളിക്കാരി ആദ്യം പറയണ ഒരു ഡയലോഗില്ലേ, ഐ വോണ്ടഡ് ടു ബി ആസ് ഫ്രീ ആസ് സർ, എന്നിട്ട് അവസാനം പുള്ളിക്കാരി ടേൺഡ് ഔട്ട് ടു ബി സർ. ലൈക്ക് ഓക്കെ നൈസ് നൈസ് ടച്ച് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷേ എന്തോ അവര് ആ ഫ്രീഡം കിട്ടിയപ്പോൾ കിട്ടിയ ലൈക്ക് തോന്നേണ്ട ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു. ബിക്കോസ് ഐ വാസ് സോ ലൈക്ക് ഔട്ട് ഓഫ് ടച്ച് വിത്ത് ദ പ്ലോട്ട്. ഇങ്ങനെയൊക്കെ ലൈക്ക് ഇവർക്ക് ഒരു വിജയം വരുമ്പോൾ വിജയത്തിൻ്റെ, കാരണം നോളൻ്റെ എല്ലാം സിനിമ തീരണത് ഒരു ഇമോഷണൽ നോട്ടിലല്ലേ, ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഹാപ്പി എൻഡിങ് കിട്ടി എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഹാപ്പി എൻഡിങ് കിട്ടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടേ. അപ്പോൾ പുള്ളി ഇത്രയും വലിയ സെറ്റ് പീസസിൽ ഫോക്കസ് ആകുമ്പോൾ എന്നിട്ട് ദെൻ ഇൻ ദി എൻഡ് പുള്ളി ഇങ്ങനെ എന്താ ഒരു ഇമോഷണൽ രീതിയിൽ എൻഡ് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഈസ് എക്സ്പെക്ടിങ് അസ് ടു ഗിവ് എ ഫക്ക് അബൌട്ട് ദ ക്യാരക്ടേഴ്സ്, റൈറ്റ്? അതിനുള്ള വർക്ക് പുള്ളി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? I think he just പേരിന് വേണ്ടി ജസ്റ്റ് ഒരു ബേർ മിനിമം ചെയ്തതുള്ളൂ. I don't think he put too much thought into it. പക്ഷേ but then again I don't think that's an issue, at least for me. ജസ്റ്റ് പേരിന് ഒരു ഇമോഷണൽ സംഭവം അവിടെ വെച്ചേക്കുന്നു, അല്ലേ? ഓക്കെ ഫൈൻ. അതാ ഇതിൽ മിഷൻ ഇമ്പോസിബിൾ, ഐ എം കമ്മിങ് ബാക്ക് മിഷൻ ഇമ്പോസിബിൾ ഒക്കെ അതിൻ്റെ അകത്തിൽ ആ ടോം ക്രൂസിൻ്റെ ഭാര്യയുടെ പ്ലോട്ടില്ലേ, ഇടക്കിടയ്ക്ക് വരും ഇടക്കിടയ്ക്ക് പോവും. ജസ്റ്റ് പേരിൻ്റെ അങ്ങനെ ഒരാളെ അവിടെ വെച്ചേക്കും. ജസ്റ്റ് ചെറിയൊരു കൊച്ചൊരു ഫ്ലേവറിന്, ദാറ്റ്സ് ഇറ്റ്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പർപ്പസ് ഒന്നുമില്ല. മറ്റേ ഈ ഇൻസെപ്ഷൻ്റെ അവസാനത്തെ ആ ഇമോഷണൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ടൈസ് അപ്പ് ഡയറക്ട്ലി ടു ദ മൂവി. ഇത് ജസ്റ്റ് ചുമ്മാ ഓക്കെ ഫ്രീഡം whatever. ഓക്കെ ഓക്കെ നൗ യു ഫ്രീ. നൈസായിരുന്നു. ഇങ്ങനെ ഈ കഥ ഒരു ലൂപ്പാന്ന് കത്തിയപ്പോൾ ലൈക്ക് ഓ നൈസ് ഡാം എന്നുള്ള എനിക്ക് അപ്പോഴായിരുന്നു ടെനറ്റ് പിന്നെയും കാണാനൊക്കെ തോന്നാനുള്ള ഒരു ലൈക്ക് ടെനറ്റ് ഇഷ്ടമായി എന്ന് തീരുമാനം ഇതെല്ലാം ക്ലിക്കായപ്പോഴായിരുന്നു. പക്ഷേ എനിക്കറിയില്ല ആ ഒരു ഇഷ്ടം എത്ര നാളുണ്ടാവുമെന്ന്. കാരണം ലൈക്ക് ഇപ്പോൾ ഇൻഡസ്ട്രിയലാർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. അത് എത്ര എല്ലാവരും കുറ്റം പറയുകയാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലൈക്ക് ഒരിക്കലും ആ കുറ്റം, ചില സാധനങ്ങൾ അറിയാമല്ലോ, ഇങ്ങനെ കുറേ പേര് കുറ്റം പറഞ്ഞിട്ട് നമ്മൾ ആ കുറ്റത്തിനോട് എക്സ്പോസ് ആകുമ്പോൾ നമുക്കും ഒരു താല്പര്യക്കുറവ് വരില്ല ചില സാധനങ്ങളിലോട്. പക്ഷേ ഇൻട്രസ്റ്റെല്ലാർ എനിക്ക് എല്ലാവരും എത്ര ബാഷ് ചെയ്താലും എനിക്ക് ആ ഒരു ഇമോഷണൽ ഇത് പോയിട്ടില്ല ആ സിനിമയോട്. കാരണം ഞാൻ ആദ്യമായിട്ട് ക്രിസ്റ്റഫർ നോളൻ്റെ ഒരു പടം കണ്ടത് ഇൻട്രസ്റ്റെല്ലാറായിരുന്നു തിയേറ്ററിൽ. എനിക്ക് ഭയങ്കര ഒരു ഇതാ. പക്ഷേ അങ്ങനെ പുള്ളിയുടെ ബാക്കിയെല്ലാം പടം കണ്ട് ഭയങ്കര ഇഷ്ടമായ ഒരിതാണ്. പക്ഷേ ടെനറ്റ് അതുപോലെ നിൽക്കുമെന്നോ എനിക്ക് ലൈക്ക് ഒരു ഉറപ്പുമില്ല ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ. ഇൻട്രസ്റ്റെല്ലാറിൽ എനിക്ക് ഏറ്റവും അനോയിങ് ആയിട്ട് തോന്നിയായിരുന്നു ഹാം ഫിസ്റ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് അവസാനം ടൈങ് അപ്പ് യു ആർ മൈ ഗോസ്റ്റ് ഉള്ളത്. അമ്മാതിരി കുത്സിതങ്ങളെല്ലാം ഇതിൽ നിന്നെടുത്ത് മാറ്റിയതുകൊണ്ടാണ് ഈ ടെനറ്റ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. കാരണം ഈ അനോയിങ് നോളനിസത്തിന്റെ പീക്കായിരുന്നു ഇൻട്രസ്റ്റെല്ലാർ എനിക്ക്. അതായത് ഈ എക്സ്പോസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ സ്പൂൺ ഫീഡിങ് വേറെ ഒരു പടം. ഇത് ചുമ്മാ ഓരോ നിമിഷം മറ്റേ മാർവൽ ലെവല് സ്പൂൺ ഫീഡിങ് ആയിരുന്നു. ഇതാണ് അവിടെ നിൽക്കി ഇതാണ് പുള്ളി വരച്ചൊക്കെ കാണിച്ചു തരും.
ഇവര് മറ്റേ ആസ്ട്രോനോട്ടാണ്, മറ്റേ സ്പേസിൽ നിൽക്കുമ്പോഴത്തേക്ക് വേം ഹോൾ എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇയാളൊക്കെ ഇത് എവിടുത്തെ ആസ്ട്രോനോട്ടാ, അതുപോലെ ജസ്റ്റ് അനോയിങ് എക്സ്പോസിഷൻ ചെയ്യണം. ഇതിൽ പിന്നെ എക്സ്പോസിഷനേ ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഐ മീൻ സ്പൂൺ ഫീഡിങ്ങേ ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്തോ നടക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവുന്നുണ്ട്. എനിക്ക് ഞാൻ എത്ര കുറ്റം പറഞ്ഞാലും ഐ ഗസ് ഇൻ ദി എൻഡ് ഓഫ് ദി ഡേ ഐ ലൈക്ക് സ്പൂൺ ഫീഡിങ്. എനിക്കിപ്പോ അതാ മനസ്സിലായിരുന്നത്. ഞാനിപ്പോ ആലോചിച്ചിട്ട് എനിക്ക് കുറച്ചുകൂടി വട്ടായി. എന്ന് വെച്ചാ എനിക്കിപ്പോ ഞാൻ അധികം കുറച്ചു നേരം ആലോചിച്ച് നോക്കി. ഇപ്പൊ ഈ ലൈക്ക് എക്സ്പ്ലെയിൻ ടു മീ ലൈക്ക് ഐ ആം 5 years old. ഈ ശരിക്കും ഈ യൂണിവേഴ്സില് ഐ മീൻ അവരുടെ യൂണിവേഴ്സില്ലേ, ആരുടെ ടെനറ്റ് നടക്കുന്ന യൂണിവേഴ്സിൽ അപ്പം ഈ പാരലൽ യൂണിവേഴ്സ് ഇതുണ്ടാവുമോ? അപ്പൊ ഇല്ല, ഉണ്ടാവില്ല. കാരണം അവര് പറയണ്ട്, ഇവര് നമ്മൾ യൂസ്ഡുള്ള ടൈം ട്രാവൽ എന്താ, ഇവരിങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു ടൈം ലൈനിലേക്ക് ചാടുന്നതാ. പക്ഷെ ഈ സിനിമയിൽ ഒറ്റ ഒരു ടൈം ലൈനിലാണ് കഥ നടക്കണേ. സമയം നേരെ പോയിക്കൊണ്ടിരിക്കും. ഇവര് ഓരോ സാധനത്തിൽ കയറിയിട്ട് ഇവര് ഓൾട്ടർ ചെയ്യണ്ടെങ്കിലും ദാറ്റ്സ് ഗിവൺ. മറ്റേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റോബർട്ട് പാറ്റിൻസൺ ഒരു ഡയലോഗ് പറയണല്ലേ, ഗ്രാൻഡ് ഫാദറിൻ്റെ കണ്ണു കുഴിച്ച് പുള്ളിനെ സ്റ്റെപ്പിൽ നിന്ന് ഉന്തി തല ഒടിച്ച് എല്ലാം കഴിഞ്ഞിട്ടും ഇറ്റ് സ്റ്റേസ് നോർമൽ എന്നുള്ള കാര്യം ഇവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇവർ ഈ പണിക്ക് ഇറങ്ങണേ. അതാണ് ഇത്. ഒത്തിരി അതിന്റെ ലോജിസ്റ്റിക്സിലോട്ട് കൂടുതൽ ഇൻഡെപ്ത് പോയ പടം പൊളിയും. അതാണ് എനിക്ക് മറ്റേ ഓക്സിജൻ തിരികെ പറയത്തില്ല, ഓക്സിജൻ ഇൻവെർട്ടഡ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ ബാക്കി ബോഡിയിലെ ഫംഗ്ഷൻ മൊത്തം ഇൻവെർട്ടർ നടത്തില്ല, ബ്ലഡ് ഫ്ലോയും മറ്റേ സെറ്റപ്പ്. എക്സാക്ട്ലി. അതാണ് ഇതുപോലെ കൂടുതൽ ആലോചിച്ചാൽ ടെനറ്റ് എന്നല്ല ഏതൊരു സിനിമയും പൊളിയും. ഐ തിങ്ക് ഓൺലി എക്സെപ്ഷൻ പ്രൈമർ എന്ന് പറയുന്ന ഒരു സയൻസ് ഫിക്ഷൻ മൂവിയുണ്ട് 2004 ഇറങ്ങിയ, ഇറ്റ്സ് അബൌട്ട് ടൈം ട്രാവൽ. ആ സിനിമ ഒഴിച്ച് വേറെ ഏത് സിനിമയും പൊളിയും. ഏത് സയൻസ് ഫിക്ഷൻ സിനിമ ഇങ്ങനെ ആലോചിച്ച് കയറുമ്പോഴത്തേക്കിന് പൊളിയും. സോ അങ്ങനെ അധികം ആലോചിക്കുക. മറ്റേ ഇപ്പോൾ പറഞ്ഞ ഇൻവേർഷൻ്റെ എയറിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഏതോ വീഡിയോയിൽ കണ്ടായിരുന്നു, മറ്റേ ഈ നമ്മുടെ കാഴ്ച മറ്റേ സൂര്യപ്രകാശം എന്തോ അകത്തോട്ട് വന്ന് കണ്ണി വന്ന് റിഫ്ലക്ട് ചെയ്യുമ്പോഴത്തേക്കിന് ഏതാണ്ടല്ലേ കാണുന്നത്. അപ്പം അതും റിവേഴ്സ് ആയപ്പോൾ നമ്മൾ എന്തായിരിക്കും കാണുന്നത്, അങ്ങനെയൊക്കെ കുറെ ഉണ്ടൊക്കെ ഉണ്ട്. ഇവര് കുറെ കാര്യങ്ങള് ഗിവൺ ആയിട്ട് തന്നെ, ലൈക്ക് കുറെയൊക്കെ നമ്മൾ ആ സിനിമ പറഞ്ഞു ലൈക്ക് ഓക്കെ ആവണം. മറ്റേ പെട്രോൾ ഒഴിച്ചിട്ട് കത്തി പൊട്ടിക്കുമ്പോ അതൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ട് ഇതിലേക്കൊക്കെ വരുമ്പോഴാണ് ആ പ്രശ്നം വന്നത്. അതിന് ഇത്ര ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ പിന്നെന്താ ഇതിനില്ലാത്ത. ജസ്റ്റ് ആ പ്ലോട്ടിന് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഡീറ്റെയിലിംഗ് ഉള്ളൂ. അത് ആവശ്യമില്ലാത്ത രീതി പറയുന്നുണ്ട്. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് സിനിമയുടെ കുറെ കാര്യങ്ങള് നമ്മള് ലൈക്ക് ശ്രദ്ധിക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ലൗഡാക്കിയേക്കണ പടം. ഇപ്പോൾ മറ്റേ പ്ലെയിനൊക്കെ പൊട്ടി തെറിക്കണതും ഇതൊക്കെ ആ ഒരു ഇത് നടക്കുമ്പോൾ ലൈക്ക് യു ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ഓൾ ദിസ് നോ. പക്ഷെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കിയാലാണ് ഈ പ്ലെയിൻ പൊട്ടി തെറിക്കുന്നത് രസമായിട്ട് ലൈക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യണം, പിന്നെ പോയിന്റ്ലെസ് ആവും. അതാണ് ഞാൻ അങ്ങനെ ഒരു മിഷൻ ഇമ്പോസിബിൾ ബോണ്ട് മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുമായിരുന്നു. സോ ഐ ഡിഡ്ന്റ് റിയലി മൈൻഡ്. എന്തൊക്കെ പറഞ്ഞാലും ഇറ്റ് ഈസ് ഐ തിങ്ക് ഇറ്റ്സ് ഏതൊരു വീഡിയോ ഞാൻ കണ്ടത്, ഇറ്റ്സ് എ 200 million ഒറിജിനൽ മൂവി. when was the last time you saw a $200 million original movie? It's all franchise അല്ലെങ്കിൽ reboot അല്ലെങ്കിൽ some comic book animation. It's all weird stupid stuff like this. this is a fresh new concept. 200 million ഇതുപോലൊരു സൈക്ക് സാധനം. like wow, nice. അതാണ് like that's എന്തൊക്കെ കുറ്റം പറഞ്ഞാലും I have huge respect for Nolan. He likes doing whatever he likes to do. പുള്ളി പുള്ളിക്ക് ഒരു ഐഡിയ ഉണ്ട്, പുള്ളി പൈസ വാങ്ങിക്കുന്നു, ഉണ്ടാക്കുന്നു. ആ ഒരു ഇതിലാണ് പുള്ളി. ഒരിക്കലും എന്താ പറയുന്നത് ആ ട്രെൻഡിൻ്റെ പുറകെയോ അല്ലെങ്കിൽ അങ്ങനെ പോലെ. He always has a vision. He makes mainstream blockbusters, but he makes very good, unique, interesting mainstream blockbusters.
ഈ ടെനറ്റിന്റെ കാര്യം പറഞ്ഞ തന്നെ പുള്ളിക്കിപ്പം ഈ നോളനൊരു മെയിൻ സ്ട്രീം ബ്ലോക്ക് ബസ്റ്റർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഏത് സ്റ്റുഡിയോ വെച്ചാൽ ഏത് പ്രോപ്പർട്ടി വെച്ചാലും അവരെടുത്ത് കൊടുക്കും. ബട്ട് ഹി സ്റ്റിൽ ഡൂയിങ് whatever this is. So at the end of the day I'm like somewhat forgiving for Chris Nolan. ഈ സ്പൂൺ ഫീഡിങ് വെച്ച് ബാക്കിയെല്ലാം I'm very forgiving. അതാണ് എക്സ്പോസിഷൻ ഓൾസോ ഐ ഡോണ്ട് മൈൻഡ്. ഇതാണ് സ്പൂൺ ഫീഡിങ് വരുമ്പോഴത്തേക്കാണ് വാട്ട് നോളൻ സാർ. ഓൾസോ മറ്റേ ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് അല്ലേ ഇപ്പൊ ഐ എം ലൈക്ക് വെരി യൂസ്ഡ് ടു ഇറ്റ്. ഐ ഡോണ്ട് ഈവൻ മൈൻഡ്. കുറെയൊക്കെ ഈ നമ്മള് എല്ലാ ഡയറക്ടേഴ്സിനെ അസോസിയേറ്റ് ചെയ്യണ ഓരോ സ്റ്റൈൽ പോലെ തന്നെയാണ് നോളന്റെ ഈ ആസ്പെക്ട് റേഷ്യോ. ഇയാൾ ഈ ഐമാക്സിന് വേണ്ടി പടം ഉണ്ടാക്കുന്നത് ഒരു ചെറിയൊരു ഇറ്റ്സ് നോട്ട് എ വെരി ഗുഡ് പ്രാക്ടീസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റേ ആ ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ഒന്നും യു വോണ്ട് ഫീൽ ഇറ്റ് ഇൻ ഐമാക്സ്. മുന്നേ സ്ക്രീൻ മാത്രമല്ലേ ഉള്ളൂ, നത്തിങ് എൽസ്. സൗണ്ട് എല്ലാം കറക്റ്റ് ആണോ, എല്ലാം പെർഫെക്റ്റ് ആണ്. അല്ലാതെ എല്ലാവരും ഐമാക്സിൽ കാണുമ്പോ എന്താ പറ്റണത്, ലൈക്ക് ഇപ്പോ നമ്മുടെ സ്ക്രീനിൽ 16:9 റേഷ്യോയിലാണ് സ്ക്രീൻ കിടക്കണത്. അപ്പോ ഐമാക്സ് ഷോട്ടുകൾ വരുമ്പോൾ ഫുൾ സ്ക്രീൻ വരും. പിന്നെ മറ്റേ 75mm പോകുമ്പോൾ ബോട്ടം ബാർ വരും. അപ്പോൾ ഐമാക്സിന്റെ സ്ക്രീൻ എങ്ങനെയാ ക്രോപ്പ് കട്ടായി പോവോ മോളും ഭാഗം? ഐമാക്സ് തിയേറ്റർ കേറിയിട്ടുണ്ടോ? ഡു യു നോ വാട്ട് ഇറ്റ് ലുക്സ് ലൈക്ക്? ഇറ്റ്സ് ലൈക്ക് എ വൈഡ് ഇങ്ങനെയല്ലേ, ഭയങ്കര അതായത് വൈഡ് മറ്റേ ഈ ഗാലറി പോലത്തെ ഒരു സീറ്റിംഗ് ആണ് അതിന്റെ. സംഭവം ചെറുതായിട്ട് കർവുള്ള. അതെ, സാധാരണ തിയേറ്ററിൽ ഫ്രണ്ടിലെ ഭിത്തിയുടെ നടുക്ക് സ്ക്രീൻ അങ്ങനല്ലേ. ഐമാക്സിന്റെ ആ ഫ്രണ്ടിലെ ഭിത്തിയാണ് സ്ക്രീൻ. there is nothing else there. The entire wall is a screen, so we don't see anything else in front. There is nothing in front. appa aspect ratio maarna we don't notice. appo maarundu aspect ratio മാറുന്നുണ്ട്. തീർച്ചയായും മാറുന്നുണ്ട്. ബട്ട് we never notice that. അല്ല, സൂംഡ് ഇൻ അല്ല, അതുപോലെ തന്നെ ബാറ് വരും ബാറ് പോവും, അത്രേ ഉള്ളൂ. ഐമാക്സ് ആണെങ്കിൽ ഫുൾ സ്ക്രീൻ 70mm ആകുമ്പോൾ മേളിലും താഴെയും ബാർ വരും. പക്ഷെ വി ഡോണ്ട് നോട്ടീസ് ഇറ്റ് ബിക്കോസ് വി ഡോണ്ട് ഹാവ് എനിത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ സ്ക്രീൻസ്. പിന്നെ ബഹളം വേറെ, അതങ്ങനെ. ഈവൻ സൗണ്ട് സിസ്റ്റം ഒക്കെ മറ്റേ ഇതിന്റെ ഓപ്പണിംഗ് സീൻ ഇല്ലേ, ഓക്കെ ലെറ്റ്സ് ഗോ ഓവർ ദ മൂവി നോ. നമ്മള് വേറെ കണ്ടൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. 40 minutes. എനിവേ ഓപ്പണിംഗ് സീൻ, അമേസിങ് ഓപ്പണിംഗ് സീൻ ബൈ ദ വേ. ഇതിങ്ങനെ ആ അടിപൊളി നല്ലൊരു പവർഫുൾ ഓപ്പണിംഗ് ആയിരുന്നു. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ആ തുടക്കത്തിൽ ആ ഒരു എക്സ്പ്ലോഷൻ വരത്തില്ലേ, അവരാ ഈ ഓർക്കസ്ട്ര പ്ലേ ചെയ്യാൻ പറ്റും. അതൊരു അത് ജംപ് സ്കെയർ പോലെ തിയേറ്ററിൽ ഞെട്ടിപ്പോയി. ഉയ്യോ, ലൈക്ക് അതാണ് അവിടെ വന്നത് ശരിക്കും ലിറ്ററലി ജംപ് സ്കെയർ. തിയേറ്ററിൽ നിന്ന് എല്ലാവരും it's so loud, it was insanely loud. I don't think it needed to be that loud. It's like ഞെട്ടിട്ട് മീം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് it's just going, sound track is ഇങ്ങനെ വരുവാണ്, മ്യൂസിക് is building up and like the beat dropped and like the ഈ സീറ്റ് അടക്കം it was like shaking. It was that loud and powerful. It was literally like a concert. മറ്റേ ആ ഈ ഓപ്പണിംഗ് ട്രാക്കിന്റെ ഈ 808 ഡ്രോപ്പിംഗ് the entire theater was fucking shaking. I was like, oh nice, fun. It's like it was more like a concert rather than movie theater. കാരണം ഐമാക്സിന്റെ സ്പീക്കർ സിസ്റ്റം തന്നെ വേറെ ആണല്ലോ. ഇറ്റ്സ് ലൈക്ക് എ ബാക്ക് ഫുള്ള്, ഇറ്റ്സ് ലൈക്ക് എ വാൾ ഓഫ് ബേസ്. സോ അങ്ങനെ ഈ ഐമാക്സ് മാസ്റ്ററിങ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് പെർഫെക്റ്റ്. പക്ഷെ എല്ലാവരും ഐമാക്സിൽ കാണില്ലല്ലോ. സോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ലൈക്ക് എ നൈസ് തിങ് ടു ഡു, ബട്ട് whatever. Anyway, so what are your thoughts on the opening? Yes. ഞങ്ങൾ ലാപ്പ് ഗ്യാങ് ആണ്. No, എന്നാലും സ്റ്റിൽ പല പെർസ്പെക്റ്റീവ്സ് കിട്ടുമല്ലോ. അല്ല, എനിക്ക് ഓപ്പണിംഗ് ഇഷ്ടം. എനിക്ക് പക്ഷേ അല്ലെങ്കിൽ വേണ്ട, അത് അവിടെ എത്തുമ്പോൾ സംസാരിക്കാം. അപ്പോൾ എനിവേ ഓപ്പണിംഗ് കഴിഞ്ഞു, നമ്മൾ ക്യാരക്ടറിനെ ഫോളോ ചെയ്യണം. അതിന്റെ ടൈറ്റിൽ കാർഡും ഐ ലൈക്ഡ് ഇറ്റ് എ ലോട്ട് ദോ. ഇറ്റ് വാസ് സച്ച് എ കൂൾ ഈ ലുക്കിംഗ് ടൈറ്റിൽ കാർഡ്. ആ നോളന്റെ സ്ഥിരം ഫോണ്ട് സൈസ്, പുള്ളിയുടെ എല്ലാ പടത്തിനും സെയിം ഫോണ്ട് തന്നെയാണ്. പക്ഷെ പെട്ടെന്ന് സിനിമയുടെ ഇടയിൽ അങ്ങ് വന്നു പോയി. സാധാരണ എപ്പോഴും പടം കഴിയുമ്പോഴത്തേക്കും പുള്ളിയുടെ ടൈറ്റിൽ കാർഡ് വരുന്നത് നല്ല ഷോട്ടാണ്. പുള്ളിയുടെ ആ കണ്ണങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്ക് ടെനറ്റ്, ലൈക്ക് നൈസ്. സൗണ്ട് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ,
ചുമ്മാ വന്നു വളരെ സട്ടിലായിട്ട് എന്തോ ഒരു സാധനം ഇവിടെ. അതെ, ട്രാവിസ് സ്കോട്ടിന്റെ സാമ്പിൾ ഉണ്ടാകും തോന്നുന്നു ബാക്കിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. സൗണ്ട് ട്രാക്കിനെ പറ്റി എന്താണ് അഭിപ്രായം? അതാ എനിക്ക് മറ്റേ ലൈക്ക് സിനിമ ടോട്ടലി ലൈക്കായി. എനിക്ക് ഭയങ്കര ഒരു ഫ്രഷ് ഫീലിംഗ് ഒക്കെ ആയിരുന്നു സ്ഥിരം ഹാൻസ് സിമ്മർ പരിപാടി വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഈ മറ്റേ ഹൈവേയിൽ ഉള്ള ഇതില്ലേ, മറ്റേ ഇത് പ്ലൂട്ടോണിയല്ലോ, മറ്റേ ആൽഗറിതം മോഷ്ടിക്കില്ലേ ട്രക്കിന്ന്, ആ സമയത്തെ സൗണ്ട് ട്രാക്ക് മാത്രം ഭയങ്കര ഒരുമാതിരി ലോഫൈ ചിൽ ഹൈസ്റ്റ് പാട്ട് പോലെ എനിക്ക് തോന്നിയത്. അല്ല, ആ സൗണ്ട് ട്രാക്ക് ശരിക്കും റിവേഴ്സ് അല്ലായിരുന്നു. അത് റിവേഴ്സിലാണോ? എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മറ്റേ സ്റ്റാൽസ് 12 ഫൈറ്റ് സീനിൽ എ ടീമും റെഡ് ടീമും ബ്ലൂ ടീമും കാണിക്കുമ്പോൾ ആ ഒരു ടോൺ വരുത്തുന്നുണ്ട്. ബ്ലൂ ടീം പോകുമ്പോൾ ഇൻവേർട്ടഡ് മ്യൂസിക് എന്നുള്ള രീതിയിൽ. പക്ഷേ പാട്ട് ഇൻവേർട്ട് പോയിട്ടില്ല ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ല, ആ അലക്സ് പറഞ്ഞ ട്രാക്കിന് പേര് ട്രക്സ് ഇൻ പ്ലേസ് അങ്ങനെ എന്തോ ആണ്. അത് ഭയങ്കര ഒരു ലൈക്ക് ഇറ്റ് ഡിഡ്ന്റ് ഫീൽ ആ സീന് കൊടുക്കേണ്ട ടെൻഷൻ സപ്പോർട്ട് ചെയ്യണ രീതിയിലുള്ള മ്യൂസിക് ആയിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു. ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് സോങ്, ലൈക്ക് ഷുവർ ലൈക്ക് ലിസണിങ് ടു ഇറ്റ്. ആൻഡ് എനിക്ക് ഇതിൻ്റെ മ്യൂസിക്കിനെ പറ്റിയുള്ള മ്യൂസിക്കും ലൈക്ക് ഫീലിംഗ് മറ്റേ വലിയ പെരുന്നാളിൻ്റെ വോയിസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്നത്. സിനിമ കണ്ടപ്പോൾ ലൈക്ക് എനിക്ക് ഭയങ്കര ആദ്യം കണ്ടപ്പോൾ ലൈക്ക് എന്തുവാ കാണിച്ചു വെച്ചേക്കണേന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ കൂടുതൽ കേട്ടിട്ട് എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് അതിനോട്. ആ ഒരു ഇതാണ് എനിക്ക് ടെനറ്റിൻ്റെ സ്കോറിനോടും തോന്നിയിട്ടുള്ളത്. ഇഷ്ടം കൂടണേ ഉള്ളൂ, പക്ഷേ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ആദ്യത്തെ തവണ കണ്ടപ്പോൾ ഈ ട്രക്ക്, പ്രത്യേകിച്ച് ആ ട്രക്കിൻ്റെ ആ സീനിൽ. It's funny because that trucks in place scene was like one of the best in theaters. Like, even I understand because ഞാൻ ആ സീൻ പിന്നെ ഈ ലാപ്പിലെടുത്ത് വെച്ച് നോക്കിയപ്പോഴത്തേക്കിനും I was like what, ആ ഒരു പവർ ഇല്ലല്ലോ. Doesn't have that power. അതാണ് ഇതെല്ലാം ഇയാൾ ഈ ഐമാക്സിന് വേണ്ടി മാസ്റ്റർ ചെയ്ത് ബാക്കിയുള്ളവർ എന്ത് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ബിക്കോസ് ഇറ്റ് സൗണ്ടഡ് അമേസിങ്. ആ പുള്ളി ആ ട്രക്കിലോട്ട് കയറി ചെന്നിട്ടുള്ള ആ ഷോട്ടിൽ ഇങ്ങനെ നടന്നു പോകുന്നത് സോ സാറ്റിസ്ഫൈങ് ടു വാച്ച് ഇൻ തിയേറ്റേഴ്സ്. പക്ഷെ ഇതെടുത്ത് വെച്ച് നോക്കിയപ്പോഴത്തേക്കും മൊത്തത്തിൽ അങ്ങ് മഫിൾഡ് ആയ പോലെ മൊത്തം സൗണ്ട് ട്രാക്ക്. ദർ വാസ് നോ പഞ്ച് ടു എനിത്തിങ്. അത് ആ ഫയർ ട്രക്കിന്റെ സൈറന്റെ ആ ഒരു എഫക്റ്റോ ആ ബേസോ ആ സിന്തോ ഒന്നിൻ്റെ ഒരു പവറോ ഒന്നുമില്ല ഇതിൽ ഈ ഹെഡ്ഫോൺ വെച്ച് നോക്കിയപ്പോഴത്തേക്കിന്. പക്ഷെ ആ സ്പോട്ടിഫൈയിൽ ആ പാട്ടെടുത്ത് നോക്കിയാലും ഇറ്റ്സ് ലൈക്ക് ഇറ്റ് സൗണ്ട്സ് വെരി കൂൾ. ഈ പടത്തിലോട്ട് വന്നപ്പോഴത്തേക്കിന് ഇറ്റ്സ് ലൈക്ക് കൈൻഡ് സ്ട്രേഞ്ച്. സൗണ്ട് ട്രാക്ക് ഹാൻസ് സിമ്മർ വന്നതന്നെ പൊളിക്കും എന്നൊക്കെ കുറെ ഇത് കണ്ടു. ഹാൻസ് സിമ്മറിനെ എടുത്ത് മാറ്റി തന്നെ വളരെ നല്ല കാര്യം. ഐ തിങ്ക് എനിക്ക് ലൈക്ക് ഇറ്റ് വാസ് നോട്ട് എ ബാഡ് ചോയ്സ് അറ്റ് ഓൾ. ലൈക്ക് പുള്ളി അടിപൊളിയാ. ലുട്വിക് എന്ന് പറഞ്ഞ മച്ചൻ സീനാണ്. കമ്മ്യൂണിറ്റിന്റെ മ്യൂസിക് പുള്ളി. ഹാൻസ് സിമ്മറിന്റെ കാര്യം, നോളന്റെ പടം all Nolan's movies have been somewhat classy. None of the movies were cool. Tenet is cool and it is because of Ludwig. ഹാൻസ് എന്തൊക്കെ പറഞ്ഞാലും അവരാ ഫുൾ ആ മറ്റേ ക്ലാസ് ഓർക്കസ്ട്ര അത് ടെനറ്റിന് സെറ്റ് ആവില്ല. നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റിന്റെ ആ ഒരു വൈബിന് പറ്റിയ സൗണ്ട് ട്രാക്കാണ് ഇത്. ഇറ്റ് ഈസ് ക്ലാസി ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹാസ് ലൈക്ക് എ കൂൾ എഡ്ജ് ടു ഇറ്റ്. അതായത് നോളന്റെ ആ സ്ഥിരം അതുണ്ട്, പുള്ളിയുടെ സ്ട്രിങ്സ് ഉണ്ട്. പക്ഷെ അത് കുറച്ച് കൂളാക്കാൻ there are 808s and there is hi-hats, there is fucking Travis Scott. It's such a ഇതെങ്ങനെ വർക്കാവുന്ന ഐ വാസ് വണ്ടറിങ് ലൈക്ക് ബിഫോർ. ലൈക്ക് ഈ സൗണ്ട് ട്രാക്ക് ഇറക്കുന്നതിനൊക്കെ മുമ്പ് ആദ്യം ഇങ്ങനെ ലുഡ്വിക്കാണ് ചെയ്യുന്നതെന്നൊക്കെ കേട്ടപ്പോഴത്തേക്കും ഐ വാസ് ലൈക്ക് ലിറ്റിൽ സ്കെപ്റ്റിക്കൽ. ബട്ട് ഇറ്റ് വാസ് ഓസം. മറ്റേ 747 എന്നുള്ള ആ ട്രാക്ക് ഇറ്റ്സ് ലൈക്ക് ഈ എന്താ പറയുന്നത്, ദാറ്റ്സ് ലൈക്ക് എൻ എംബോഡിമെൻറ്റ് ഓഫ് ലൈക്ക് ദ ഹോൾ വൈബ്. അതിൻ്റെ അകത്തുള്ള നോളൻ്റെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദർ വാസ് ലൈക്ക് 808s ആൻഡ് ഹൈ ഹാറ്റ്സ്. ഐ നെവർ തോട്ട് ഐ വുഡ് ഹിയർ ഹൈ ഹാറ്റ്സ് ഇൻ എ നോളൻ മൂവി, ബട്ട് അതാണ് ഈ അവസാനത്തെ ക്ലോസിംഗ് ട്രാക്ക് ട്രാവിസ് സ്കോട്ടിൻ്റെ പാട്ടിടുമ്പോഴും കോൺസ്റ്റൻ്റ്ലി ത്രൂ ഔട്ട് ദ മൂവി ദർ ഇസ് ദാറ്റ് സാമ്പിൾ, പുള്ളിയുടെ ആ വോക്കൽ സാമ്പിൾ. ഈവൻ ഓപ്പണിംഗ് സീൻ തൊട്ടേ ഉണ്ട്. ഐ കാൺട്ട് മേക്ക് ദാറ്റ് സൗണ്ട്, ബട്ട് ദാറ്റ് സാമ്പിൾ ഈസ് ദർ ഓൾവേസ്. പിന്നെ ദാറ്റ് സെസ് പറഞ്ഞു ഞാൻ മിസ്സായി പോയല്ലോ. മറ്റേ 747 കാര്യം പറഞ്ഞപ്പോഴത്തേക്കിനും he actually had a real 747. I mean, nice, fun.
Yeah, 747 reverse. It's also a 747. 747. means, Oh. yeah. Anyway, yeah, ആ സീനും ലൈക്ക് 747 സീനും ഇറ്റ്സ് സോ, ഈ ആക്ഷൻ സെറ്റ് പീസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തേക്കുന്ന ഈ പ്രിസിഷൻ ഭയങ്കരമാണ്. ഇറ്റ്സ് സോ വെൽ കാൽക്കുലേറ്റഡ് ആൻഡ് ലൈക്ക് സോ വെൽ എക്സിക്യൂട്ടഡ്, യുനോ. അതാ പ്രിസൈസ്. ഇതിൻ്റെ ഈ ഹെറിഡിറ്ററിയുടെ എഡിറ്ററാ ഇതിൻ്റെ എഡിറ്റർ. ഐ ഫോർഗോട്ട് ഹർ നെയിം, ബട്ട് യാ ഷീ ഈസ് നോട്ട് ലൈക്ക് എൻ ആക്ഷൻ മൂവി എഡിറ്റർ, യുനോ. അപ്പോൾ ഐ ഡോണ്ട് നോ ഹൗ ദാറ്റ് എഫക്ട്സ് പറയുന്നത്. പക്ഷേ ആ 747 സീൻസ് തന്നെ ഇങ്ങനെ പ്ലെയിൻ ക്രാഷ് ചെയ്യാൻ പോകണം, മറ്റാണ് മറിച്ചാണ്, അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്യും. മറ്റേ ആ 747 ട്രാക്ക് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. ആ ട്രാക്കിൽ മറ്റേ എന്നുള്ള ഭാഗം വരുമ്പോഴത്തേക്കിനാണ് വി സി ലൈക്ക് ദ പ്ലെയിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ആംഗിൾ, പ്ലെയിൻ്റെ പ്രോപ്പർ സ്കെയിൽ നമ്മൾ കാണുന്നത് അപ്പോഴതാണ്. ഐമാക്സ് ശരിക്കും നമ്മുടെ മുന്നോട്ട് വരുന്ന പോലെ തന്നെ തോന്നും. ഇറ്റ്സ് 3D മറ്റേ തോന്നുന്നു പറയുന്നത് ശരിക്കും തോന്നുന്ന ഐമാക്സിലാണ്. ഇറ്റ്സ് ജസ്റ്റ് ജൈഗാന്റിക് പ്ലെയിൻ ഇൻ ഫ്രണ്ട് ഓഫ് യു. സച്ച് എ സാറ്റിസ്ഫൈങ് മൂമെന്റ്. ഇങ്ങനെ പണ്ട് പ്ലെയിൻ നേരെ കൊണ്ട് ഇടിച്ച് കയറ്റുന്നത്. അനദർ ഫണി തിങ് ഇസ് ലൈക്ക് there is one മിഡിൽ ഈസ്റ്റേൺ ആക്ടർ ഇൻ ദ മൂവി ആൻഡ് പുള്ളി പ്ലെയിന് കൂട്ടി. എനിക്ക് പക്ഷെ ലാസ്റ്റ് സീനിൽ പുള്ളി ബോട്ടിൽ വന്നപ്പോ എനിക്കൊരു സമാധാനമാണ്. ഓ ഭാഗ്യം, ഇതിനു വേണ്ടി മാത്രമല്ലായിരുന്നു. പോയില്ല. അതാണ് ആ തുടക്കത്തിൽ one Middle Eastern guy and his job is to crash a plane into an airport. Like wow, thank you Nolan. Yeah. ഈ പറഞ്ഞോ. ഒന്നുമില്ല, ഞാൻ ഇതിന്റെ ഹ്യൂമറിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ചോദിച്ചു. ഹ്യൂമർ എനിക്ക് തോന്നുന്നത് ആ നോളൻ എഴുതിയ ബ്രിട്ടീഷ് ഹ്യൂമർ അത് പറഞ്ഞു വന്നപ്പോഴത്തേക്കും ചിലത് ക്ലിക്കായി ചിലത് മിസ്സായി എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്കെല്ലാം എനിക്ക് ഇഷ്ടമായി. ലൈക്ക് പ്രൊട്ടാഗണിസ്റ്റിന്റെ ഓരോ വളിപ്പും പരിപാടിയൊക്കെ, ലൈക്ക് പുള്ളിനെ തല്ലാൻ പോകുമ്പോ ഇറ്റ്സ് ചീസി ഹ്യൂമർ, ബട്ട് ഐ ഡോണ്ട് നോ, പുള്ളി അത് ലൈക്ക് എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ഇയാളെന്തോ ഇങ്ങനെ പെരുമാറണേ, എന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്യണേന്ന്. ലൈക്ക് പെട്ടെന്ന് ലൈക്ക് പുള്ളിയുടെ എൻവയറൺമെന്റിൽ നിന്ന് ഭയങ്കര വിയേർഡായിട്ടല്ല പുള്ളിയുടെ ഹ്യൂമർ പോണത്. ഇപ്പോൾ സേത്തർ പുള്ളീൻ്റെ അടുത്ത് ചോദിക്കില്ലേ, ഹാവ് യു ഹാഡ് സെക്സ് വിത്ത് മൈ വൈഫ്, അങ്ങനെ നോട്ട് യെറ്റ്. അതൊക്കെ ലൈക്ക് ആദ്യം, പക്ഷേ ലൈക്ക് ഐ ഗ്രൂ ടു ലൈക്ക് ഇറ്റ്. ഇറ്റ് വാസ് എനിക്ക് ആകെ ഈ ക്ലിക്ക് ആവാതെ പോയത് ആ മറ്റേ നീ ഇപ്പൊ പറഞ്ഞ സീനിന് മുമ്പ് പുള്ളി റൂമിൽ വരുമ്പോ ഈ സൈറ്റോറിന്റെ ഈ ഹെൻച്ച്മെൻ പുള്ളി ഫ്രിസ്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു ജോക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ബോംബെ പോകുമ്പോ ഇവൻ പ്രിയേന്റെ ഹസ്ബൻഡിനെ ഗൺ പോയിന്റ് ചെയ്യുമ്പോ മറ്റേ ഷോട്ടിലേക്ക് പോയില്ല, സെക്യൂരിറ്റി ഗാർഡ്സിന്റെ റൂമില് പാറ്റിൻസൺ ഇവരെ പിടിച്ചിരിക്കുക. അപ്പൊ അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പുള്ളി ഫുഡ് ഗൺ പോയിന്റിൽ കഴിക്കണോ വേണ്ടിയോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ ഉണ്ട്. ലൈക്ക് ഇങ്ങനത്തെ ലൈക്ക് സാധാരണ കോമാളിത്തരം നമ്മള് എക്സ്പെക്ട് ചെയ്യില്ല ഇങ്ങനെ ഭയങ്കര ഒരു കൂൾ സൈഫൈ അല്ല സ്പൈ ത്രില്ലറിലൊക്കെ. സോ പക്ഷേ ഫോർ സം റീസൺ ഇറ്റ് വർക്ക്ഡ് ഫോർ മീ. ഐ ഡോണ്ട് നോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ലൈക്ക് വാട്ട് ഡിഡ് യു ഗൈസ് തിങ്ക്. ഞാനിപ്പോ പറഞ്ഞ ജോക്കില്ലാതെ ബാക്കിയെല്ലാം മനസ്സിലാക്കിയോ. സംഭവം എനിക്ക് തോന്നുന്നു ജോൺ ഡേവിഡിന്റെ പേഴ്സണാലിറ്റി ആയിരിക്കണം സംഭവം സാൽവേജ്ഡ് ഓൾ ദ ജോക്സ്. മറ്റേ ഐ ഓർഡർഡ് മൈ ഹോട്ട് സോസ് an hour ago. ഭയങ്കര അത് ഇവളെ മീറ്റ് ചെയ്തിട്ട് മറ്റേ കിച്ചണിൽ വെച്ചൊരു ഫൈറ്റ് സീനല്ലേ അതിന്റെ മുന്നേ പുള്ളിക്കാരൻ വിളിക്കാൻ അപ്പോഴത്തെ ചീസ് ഗ്രേറ്റർ ഒക്കെ എടുത്ത് അടിക്കുന്നു. അയ്യോ അതെന്ത് സീനല്ലേ, മോളെടുത്തിട്ട് ചീസ് ഗ്രേറ്റർ അടിച്ചിടുക. അതാണ് നോളൻ ആക്ഷൻ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞവരുടെ മുഖത്തേക്കാണ് അദ്ദേഹം ചീസ് ഗ്രേറ്റർ അടിച്ച് കയറ്റിയത്. അത് സത്യം കേട്ടോ, പണ്ട് നോളൻ അറിയത്തില്ല. ബാറ്റ്മാൻ ബിഗിൻസ് ഒക്കെ എടുത്ത് നോക്കണം. പുള്ളി പഠിച്ചു. അതാണ് ഈ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് അന്നും ഇന്നും പുള്ളിയുടെ ഒരു വീക്ക്നെസ് ആണ്. പക്ഷെ ഇതില് കറക്റ്റ് ആയിരുന്നു. അത് റിവേഴ്സിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സ്റ്റെപ്പ് വേറെ ലെവല്. ഒരാള് ഫോർവേഡ് മറ്റേയാള് ബാക്ക്വേർഡ്. അതാണ് they actually had to learn to fight backwards. Wow. Yeah, I mean that is a huge commitment. കൊറേയൊക്കെ ഇവർക്ക് റിവേഴ്സിലോ അല്ലെങ്കിൽ ഫോർവേഡ് ഷൂട്ട് ചെയ്തിട്ട് റിവേഴ്സ് ആക്കാം അങ്ങനെ എന്തെങ്കിലും പോകും. പക്ഷെ
ഒരു ഫൈറ്റിൽ Yeah. വെൻ വൺ പേഴ്സൺ ഇസ് ഫോർവേഡ് ആൻഡ് വൺ പേഴ്സൺ ഇസ് റിവേഴ്സ്, Yeah. വൺ പേഴ്സൺ ഹാസ് ടു ഡു ഇറ്റ് ഇൻ റിവേഴ്സ്. എക്സാക്ട്ലി. അതാണ് മറ്റൊക്കെ നീ പറഞ്ഞ പോലെ ഫുട്ടേജ് റിവേഴ്സ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോ എന്ത് ചെയ്യാനോ, ഒരാൾ മുന്നോട്ട് ഒരാൾ പുറകോട്ട് പോകുമ്പോഴത്തേക്കിന് ചെയ്തേ പറ്റൂ. ലൈക്ക് ഇവരെ മറ്റേ ഡയലോഗ് ഒക്കെ പറയത്തില്ല, അതൊക്കെ ശരിക്കും റിവേഴ്സ് ചെയ്ത് പഠിച്ചു പറഞ്ഞതല്ലേ? അത് അവരെ ബാക്ക്വേർഡ് സംസാരിക്കാൻ പഠിച്ചായിരിക്കണം. പഠിച്ചാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഞാൻ വായിച്ചൊരു സബ്ജക്റ്റിലും കണ്ടവരുടെ. അത് സത്യമായിരിക്കും. മറ്റേ ട്വിൻ പീക്സിന്റെ ഏതൊരു ഡോക്യുമെന്റ് കണ്ടിട്ടുണ്ടോ? അതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സ് ആക്ച്വലി ലേൺ ടു സ്പീക്ക് ബാക്ക്വേർഡ്സ്. സോ Kenneth Branagh actually he's actually like he's like this super trained heavy actor. പുള്ളിക്ക് അതൊക്കെ പുത്തിരിയായിരിക്കും. എനിക്ക് പക്ഷേ പുള്ളിയുടെ ഒരു സീൻ മാത്രം ചിരി വന്നത്. ഭാര്യ തല്ലുന്ന സീനാണോ? അല്ല അത് തല്ലി കഴിഞ്ഞിട്ടുള്ള ഇതല്ലേ ഡയലോഗ്, ദേഷ്യപ്പെടുന്നതൊക്കെ. അതല്ല, മറ്റേ വേറൊരു സീനുണ്ട്. ഇവൻ ഡിന്നർ കഴിഞ്ഞിട്ട് ഇവൻ്റെ ഓഫീസിലേക്ക് വിളിക്കില്ലേ പ്രൊട്ടാഗണിസ്റ്റിനെ, എന്നിട്ട് പുള്ളിയുടെ കഥ പറയില്ലേ ഇങ്ങനെ സ്പോൺ ഇതെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇപ്പൊ പറയും ചെർണോബിൽ ബിഗ് എക്സ്പ്ലോഷൻ ഇങ്ങനത്തെ ഐ വാസ് ബോൺ ഇൻ സോവിയറ്റ് റഷ്യ, അങ്ങനത്തെ രീതിയിലൊക്കെ പുള്ളി സംസാരിച്ചോണ്ടിരുന്നു. ലൈക്ക് സ്റ്റീരിയോ ടിപ്പിക്കൽ റഷ്യൻ. എനിക്ക് ആ ആക്സെന്റ് എങ്ങനെ പറയണ്ടേന്ന് അറിയില്ല, പക്ഷെ ഇങ്ങനെ ഇത് പറയുമ്പോ മനസ്സിലായി. ഇപ്പൊ പറയും ചെർണോബിൽ. ആ ഒരു രീതിയിൽ ആദ്യം ഈ റഷ്യൻ വില്ലൻ എന്നൊക്കെ ആദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ക്ലീഷയായിട്ട് തോന്നി. പക്ഷെ അത് പടം കണ്ടപ്പോൾ ഐ തിങ്ക് ഹി വാസ് ലൈക്ക് intending it to be like a spy movie. Russians are സ്ഥിരം വില്ലൻ. അങ്ങനെ world is ending and I'm taking the world with me. All right. പിന്നെ ആദ്യം എനിക്ക് ഇച്ചിരി ലൈക്ക് എനിക്ക് ലൈക്ക് ഇൻ ദി എൻഡ് ഓഫ് ദ മൂവി നമുക്ക് മനസ്സിലാവില്ല ഇതെന്തോ ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി ഇതാണ്. പിന്നെ പുള്ളി പക്ഷേ നമ്മൾ എപ്പോഴും ഒരു വില്ലനായിട്ട് അസോസിയേറ്റ് ചെയ്യണ ഭയങ്കര ഒരു വലിയൊരു മോട്ടിവേഷൻ ഉണ്ടെന്നുള്ള ഒരു രീതിയിലല്ലേ, ഭയങ്കര പെറ്റിയായിട്ടുള്ളൊരു വില്ലനെ എക്സ്പെക്റ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് പുള്ളി പേഴ്സണൽ റീസൺസിന് വേണ്ടി ഇതൊക്കെ ചെയ്യണ കണ്ടപ്പോൾ എനിക്കെന്തോ പോലെ തോന്നി. കാരണം പുള്ളി എങ്ങനെ പറയണല്ലേ, പുള്ളിക്ക് വേൾഡ് കിട്ടി, ലൈക്ക് പുള്ളിക്ക് ക്യാൻസർ ആണ്, അതുകൊണ്ട് ഹി ഡസന്റ് ഗിവ് എ ഫക്ക് എന്നുള്ള രീതിയിലാണ് പുള്ളി നടക്കണേന്ന്. ലൈക്ക് ഡാം വൈ ആർ യു സോ പെറ്റി എന്നുള്ള രീതിയിലൊക്കെ. അതന്നെ, പുള്ളിക്ക് അങ്ങനെ he doesn't need any power or nothing. എന്തായാലും ചാകാൻ പോവാ, സോ എല്ലാരും കൂടെ അനുഭവിക്കട്ടെ. അങ്ങനെ ഈ ഇതിനെ പറ്റി എന്താ ഈ ഫ്യൂച്ചറിലുള്ള ലൈക്ക് ഇത് ടെനറ്റ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനും പിന്നെ മറ്റേ ഗ്ലോബൽ വാർമിങ് തിരിച്ച് റിവേഴ്സ് ചെയ്യാനുള്ള ഗ്രൂപ്പിൻ്റെ കൂടെ ഉള്ള ഇതല്ലേ, ലൈക്ക് അവരുടെ തമ്മിലുള്ള തല്ലല്ലേ ഈ സിനിമ എസെൻഷ്യലി. അതറിയില്ല, അങ്ങനെ ഞാൻ കേട്ടു. ഞാൻ അത് അധികം കൂടെ ശ്രദ്ധിക്കാൻ പോയില്ല. ഞാൻ അത് ലാസ്റ്റ് സെയ്ത്തറിനെ കൊല്ലാൻ പോണതിന് മുന്നേ പുള്ളി പറയുന്നുണ്ട്, നമ്മൾ നമ്മുടെ റിസോഴ്സസ് എല്ലാം നശിപ്പിച്ചിട്ട് ഫ്യൂച്ചറിൽ ഒന്നുമില്ല, ലൈക്ക് ഗ്ലോബൽ വാർമിങ് വന്ന് വേൾഡ് നശിച്ചു. അപ്പോൾ ഈ ആൾക്കാർ എന്താ ഇത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് സെയ്റ്ററിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തത്. അതുകൊണ്ടാണ് മറ്റേ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് പറയണത്, ജോൺ ഡേവിഡ് വാഷിംഗ്ടൺ. ഇത് നമ്മൾ ഇപ്പം നിൽക്കണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാം ശരിയായിട്ട് അങ്ങനെ പോയിന്നല്ലേ. കാരണം ഇവരുടെ വഴി പോയായിരുന്നെങ്കിൽ ഇവരിപ്പോൾ ചത്തുണ്ടാവും. ബട്ട് വാട്ട് ഡു യു ഗൈസ് തിങ്ക്, ലൈക്ക് ഡു യു തിങ്ക് അവരും റീസണബിൾ ആയിരുന്നോ ഈ ഇവർ റിവേഴ്സ് ചെയ്യാൻ നിന്ന ആൾക്കാർ? ഈ റിവേഴ്സ് ചെയ്തിട്ട് ഗ്ലോബൽ വാർമിങ് ഇവരുടെ ഐഡിയ എന്ന് വെച്ചാൽ വേൾഡ് റിവേഴ്സിൽ ഇട്ടിട്ട് അതിനകത്തൊരു ഡയലോഗ് പറയണില്ല. മറ്റേ നമ്മുടെ ജോൺ ഡേവിഡിനോട് ചോദിക്കുമ്പോൾ പുള്ളി പറയാനുണ്ടല്ലോ, പുള്ളിയുടെ ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ പുള്ളിയുടെ എക്സിസ്റ്റിംഗ് ടൈം മെയിൻറ്റെയിൻ ചെയ്യാന്നല്ലേ. അത് തന്നെയല്ല മറ്റൊരു ചെയ്യണത്. അവരെന്ന് വെച്ചാൽ ആ ടൈം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പണി അവർ ചെയ്യുന്നു. നമ്മൾ ജോൺ ഡേവിഡിന്റെ സൈഡിൽ നോക്കുമ്പോൾ ജോൺ ഡേവിഡ് ചെയ്യണം. പക്ഷെ അവര് ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ നിൽക്കല്ലല്ലോ, അവര് ചേഞ്ച് ചെയ്യാനല്ലേ റിവേഴ്സ് ചെയ്യണത്. റിവേഴ്സ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഇവർ മരിക്കും. അപ്പോൾ
ഈ റിസോഴ്സസ് ഫ്യൂച്ചറിലുണ്ടാവും. മനസ്സിലായോ? അതാണ് ഇവരുടെ ലോജിക്ക്. എന്താണ് ഈ ആലോചിക്കും തോറും ഭ്രാന്ത് കയറിക്കൊണ്ടിരിക്കും. പിന്നെ ഓ ആ ഭാഗം ഒന്നും ഓക്കെ. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ടൊന്നും പോയില്ല. തേർഡ് സെൻഡിങ് ഒക്കെ ഫൈൻ. അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. അതാണ് ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഈ സിനിമ. അതാണ് ഇന്ന് ഞാൻ ഏതോ ഒരു മറ്റൊരു വീഡിയോയിൽ എന്താ ഫിസിസിസ്റ്റ് എക്സ്പ്ലെയിൻസ് ടെനെറ്റ് എന്നാണ്ടൊക്കെ പറഞ്ഞു. അത് കണ്ടായിരുന്നു. ഐ മീൻ ഞാൻ ഒരു 5 മിനിറ്റ് കണ്ടുള്ളൂ. വാട്ട് ഈസ് ദിസ്, സം നെർഡ് ഷിറ്റ്, നോട്ട് ഫൺ. അത് മതി. സം സയൻസ് സ്റ്റഫ്. ഓക്കെ എനിവേ, എന്തായിരുന്നു വേറെന്താ, എനിത്തിങ് എൽസ് വി മിസ്ഡ്? സൗണ്ട് ട്രാക്ക് പറയൂ, സെറ്റ് പീസ്. ഓ യാ, ഫൈനൽ സെറ്റ് പീസ് ആദ്യം കണ്ടപ്പോൾ എന്തായാലും മനസ്സിലായി എന്താ നടക്കുന്നതെന്ന്. ഒരു ചക്ക മനസ്സിലായില്ല. ഇല്ല അതാ ഞാൻ നോക്കി എന്താ നടക്കുന്നത്, ആരാ എങ്ങോട്ടാ പോകുന്നത്, കുറെ ഫ്രണ്ടിലോട്ട് കുറെ ബാക്കിലോട്ട്. ലൈക്ക് നോളനോട് ചോദിച്ചാൽ പുള്ളിക്ക് അറിയാം. ഐ എം ഷുവർ ഹി നോസ് ലൈക്ക് വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ് ഇൻ എവറി കോർണർ. പക്ഷെ എനിക്കെന്തോ ഒരു മൊത്തത്തിൽ അങ്ങോട്ട് എന്തോ ഇറ്റ്സ് ലൈക്ക് ഇറ്റ് വാസ് ഫൺ ടു വാച്ച്, ബട്ട് ഐ ഡിഡ്ന്റ് റിയലി ഹാവ് മച്ച് ഓഫ് എൻ ഐഡിയ ലൈക്ക് ആരാ ഏതാ എന്താണെന്നൊന്നും. ആരൊക്കെ ഇൻവേഴ്സ് ആരൊക്കെ നോർമൽ എന്നുള്ള കാര്യം അറിയാം. ബട്ട് that's pretty much about it. It was very cool though. അതാണ് അവസാനം വന്നപ്പോഴത്തേക്കും ദൈവം റോബർട്ട് പാറ്റിൻസൺ ഇയാൾ ഇതിപ്പോ എടുത്തു വന്നു. ശരിക്കും ടാങ്കിലായിട്ട് ഫോളോ ചെയ്യാൻ തോന്നിയില്ല. നമ്മള് ഇതൊന്നും മിസ്സായ പിന്നെ മടുത്തു. ലൈക്ക് ഹൂ ഗിവ്സ് എ ഷിറ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു മൂഡ് കയറിയാൽ പിന്നെ നമ്മൾ ചുമ്മാ ഇങ്ങനെ കാണാൻ തുടങ്ങും. എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരുത്തണം ഈ സിനിമയെ പറ്റി ആലോചിക്കുമ്പോൾ. ഇയാൾ ഇത്രയും ലൈക്ക് ഇതൊക്കെ കാണണമെങ്കിൽ ഇച്ചിരിയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടേ. ലൈക്ക് ആക്ഷൻ പടം ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ എൻജോയ് ചെയ്യും. പക്ഷെ അപ്പോൾ പിന്നെ ബാക്കി എല്ലാ ആൾക്കാരെയും റെസ്ട്രിക്റ്റ് ചെയ്യല്ലേ പടം. ആ ഒരു അവസാനത്തെ ഫൈനൽ സെറ്റ് പീസിന് ഒരു റീവാച്ചബിലിറ്റി വരില്ലേ. സാധാരണ ഒരു ആക്ഷൻ സീൻ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇറ്റ്സ് നൈസ്, ഇനി അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പിന്നെ കാണേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ അല്ല, ഈ റീവാച്ചബിലിറ്റി വരാനും ഉള്ള ഒരു ഇതും കൊടുക്കണ്ടേ, ഇൻസെൻറ്റീവും കൊടുക്കണ്ടേ. ഇപ്പോൾ ഒരു പടം കംപ്ലീറ്റ്ലി നമ്മൾ ഷട്ട് ഓഫ് ചെയ്തേക്കുക ഇത് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ ആദിത്യ തന്നെ പറഞ്ഞില്ല അവന് കാണാൻ തോന്നുന്നുള്ളൂ രണ്ടാമത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരും ഉണ്ടല്ലോ. അവരെ സിനിമ റെസ്ട്രിക്റ്റ് ചെയ്യല്ലേ അവരെ. Yeah, I guess that's the price you have to pay. $200 million. Yeah, $200 million. Yeah, why not? പുള്ളി അതാണ് $200 million കിട്ടിയ പുള്ളി ഇതാണ് വേണമെങ്കിൽ എടുക്കുക, ടേക്ക് ഇറ്റ് ടു ഗോ, why not? ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആക്കി തന്നെ ഈ സിനിമയെ പറ്റി. അതാണ് ലൈക്ക് സി I'd rather have ഇതുപോലത്തെ ഒരു കൺഫ്യൂസിങ് എന്താ പറയാ, ഇതുപോലെ കുറെ കൺഫ്യൂസ് ആക്കുന്ന പിന്നെ സംസാരിക്കാൻ തോന്നുന്ന ഒരു മെയിൻ സ്ട്രീം ബ്ലോക്ക് ബസ്റ്റർ rather than like a theme park like Scorsese would say. Yeah, അതാണ് പുള്ളി. I think he put it so perfectly and eloquently. Theme park. I think I would take a movie like Tenet over a theme park any day. പക്ഷേ ഇയാൾ ഇനി ടെനറ്റ് പോലത്തെ ഒരു ഇങ്ങനെ ഈ ഒരു സെൻസ് ഓഫ് ഈ ഒരു ഐഡിയോളജി വെച്ചിട്ട് വേറൊരു പടം ഇനി എടുത്താൽ ചിലപ്പോൾ എനിക്ക് ദേഷ്യം. ഈ ഒരു ഐഡിയോളജി എന്ന് പറയുമ്പോൾ ഈ ഒരു എന്താ ആക്ഷൻ സെറ്റ് പീസിനെ ഫോക്കസ് ചെയ്തിട്ട് ഓവർ ദ ടോപ്പ് കോൺസെപ്റ്റ് കുത്തിക്കയറ്റി വെച്ചാലേ ചിലപ്പോൾ എനിക്ക് ഇതാവും. കാരണം ലൈക്ക് ഓക്കെ നൗ യു നോ, ഓക്കെ നൗ യു ഡിഡ് ദിസ്, ഐ ഗിവ് യു വൺ ചാൻസ്, യു ഗെറ്റ് എ പാസ്. പക്ഷെ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ഒബ്വിയസ്ലി ഈസ് നോട്ട് ടേക്കിംഗ് ആൻ എഫേർട്ട് എന്നുള്ള രീതിയിൽ പോകും. ഇറ്റ് ഡിപ്പെൻസ് എന്ത് കോൺസെപ്റ്റുമായിട്ടാണ് ഇനി വരുന്നതെന്നുള്ള അനുസരിച്ചിരിക്കും. അതാ ഞാൻ പറയണേ. ലൈക്ക് പുള്ളിയുടെ ലൈക്ക് വി നോ ഹി ഹാസ് ദിസ് ഫെറ്റിഷ് ഫോർ ടൈം. അപ്പോൾ ഇനി ടൈം എന്ത് രീതിയിലാണ് പുള്ളി പറയാൻ പോണതെന്ന് നമുക്ക് അറിയില്ല. അതെന്തെങ്കിലും ആവട്ടെ. പക്ഷേ അതും ഇങ്ങനെ ഭയങ്കര ടെനറ്റ് പോലെ ഭയങ്കര ലൈക്ക് ഡെൻസായിട്ട് കാണിക്കുമ്പോൾ ഇതുപോലെ കാണിച്ചാൽ ചിലപ്പോൾ എനിക്ക് ലൈക്ക് ഐ മൈറ്റ് ബി ഡിസപ്പോയിൻറ്റഡ് എന്നാണ് ഞാൻ പറഞ്ഞത്.
കാരണം നൗ ഹി നോസ്, നൗ ഹി ഹാസ് ട്രൈഡ് ഫുൾ എക്സ്പോസിഷൻ, ദെൻ ടോപ്പിക് എക്സ്പോസിഷൻ ആയിട്ട്. അടുത്ത പടം ഐ തിങ്ക് ഹി ഷുഡ് ലൈക്ക് അറ്റ്ലീസ്റ്റ് ട്രൈ സ്റ്റാർട്ട് എക്സ്പ്ലോറിങ് അതർ ഓപ്ഷൻസ്. ഐ മീൻ ഐ എം നോ വൺ ടു സേ എനിത്തിങ് അബൌട്ട് ഇറ്റ്, പക്ഷേ ഐഡിയലി സ്പീക്കിംഗ് I would like him to start exploring other options of telling dense topics. കാരണം പുള്ളിക്ക് ലൈക്ക് പുള്ളിയുടെ കയ്യിലുള്ള പവർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലൈക്ക് ഈ സെറ്റിംഗ് എ പ്രസിഡന്റ് റൈറ്റ് ഫോർ അതർ ഫിലിം മേക്കേഴ്സ്. എത്ര പറഞ്ഞാലും പുള്ളിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല പുള്ളിന്റെ ആർട്ടിനോട്. ഇപ്പോ തോന്നിയ പോലെ ഐ തിങ്ക് ആ ടൈം എന്നുള്ള പുള്ളിയുടെ ഫെറ്റിഷ് അത്യാവശ്യം നൈസായിട്ട് ഡൺകിർക്കിൽ യൂസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ പറയുക, പ്രത്യേകിച്ച് പുള്ളി ടൈമിനെ ഒന്നും പിടിച്ച് മാറ്റിയില്ല, പക്ഷെ ആ 3 നെറേറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ആ ഒരു രീതിയിൽ ഐ തോട്ട് ദാറ്റ് വാസ് ലൈക്ക് എ ഫണ്ണിൽ യുനോ എന്താ പറയുക, ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു ടൈം മാനിപ്പുലേഷൻ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. ഓരോ പടത്തിലും പുള്ളി ടൈം പല രീതിയിലല്ല എക്സ്പ്ലോർ ചെയ്യണത്. ഇതുപോലെ സെറ്റപ്പ് കണ്ടല്ലോ, ബാക്കിലേക്ക് കണ്ടല്ലോ അവസാനം. അത് കഥ ലിറ്ററലി ബാക്കിലാണ് പോണത്, ടെല്ലിംഗ് ദ സ്റ്റോറി ഇൻ റിവേഴ്സ്. ഇത് പക്ഷെ അങ്ങനെയല്ലല്ലോ, ഇത് ലൈക്ക് ലിറ്ററലി തിങ്സ് ആർ ഹാപ്പനിങ് ഇൻ റിവേഴ്സ്. എന്നുവെച്ചാൽ ഇവര് ലൈക്ക് ഇൻവേർട്ട് ആയിട്ട് പോണത്. ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് കണക്ഷൻ ഉണ്ടെന്ന്. കണക്ഷൻ ഉണ്ടോന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാ നോളൻ പടവും ടൈമുമായിട്ടുള്ള ബന്ധമില്ല, ഒരു സെയിം ബന്ധമുള്ളൂ, അത്രേ ഉള്ളൂ. ഈ മിമെന്റോയുടെ ഇതെന്ന് പറയുമ്പോൾ, നീ മിമെന്റോ കണ്ടിട്ടുണ്ടോ ആദ്യ? ഓക്കെ. അപ്പോൾ ഐ എം നോട്ട് സ്പോയിലിംഗ്, ഇനി ആരും കാണാത്തതല്ലോണ്ട്. മിമെന്റോയിൽ ഇതുപോലെ 2 ടൈമിലേ ഉണ്ടല്ലോ, വൺ ഈസ് ഇൻ കളർ, വൺ ഈസ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വൺ ഈസ് ഗോയിങ് ഫോർവേഡ്, ദി അതർ വൺ ഈസ് ഗോയിങ് ബാക്ക്വേർഡ്. പക്ഷേ അതാ ഓർഡർ മാത്രമാണ് പോകുന്നത്. പക്ഷെ ടെനറ്റിൽ വരുമ്പോൾ ഇതുപോലെ 2 സാധനം ഉണ്ട്, ബട്ട് ദേ ആർ ബോത്ത് ഗോയിങ് ദി അതർ വേ ലിറ്ററലി. ലിറ്ററലി ഒരെണ്ണം മുന്നോട്ടും ലിറ്ററലി ഒരെണ്ണം പുറകോട്ടും. സോ ആ ഒരു ഇതേ ഉള്ളെന്ന് തോന്നുന്നു. അതില് ജസ്റ്റ് ആ പ്രസന്റ് ചെയ്യുന്ന ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ആക്ച്വലി ഹാസ് എ പർപ്പസ് ഓൾസോ ഇൻ ദ മൂവി. നമുക്ക് ഈ മൊമെന്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും തോന്നില്ല നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ. ആ ഒരു സെറ്റപ്പ് എനിക്ക് ടെനറ്റിൽ കിട്ടിയില്ല. അതാണ് പിന്നെ അതിനെക്കുറിച്ച് മിമെന്റോ ഒരു വളരെ വളരെ ഒരു ചെറിയ സിനിമയാണല്ലോ, അതിലങ്ങനെ അധികം അങ്ങനെ എന്താ പറയുക, ഇതുപോലെ അങ്ങനെ ഒത്തിരി നമ്മുടെ തല പുകയ്ക്കുന്ന ഒരു പരിപാടി ഒന്നുമില്ല. ഇറ്റ്സ് എ വെരി സ്മോൾ കണ്ടെയ്ൻ യെറ്റ് സാറ്റിസ്ഫൈങ് സ്റ്റോറി. അല്ല, പക്ഷെ ഒരു വലിയ സിനിമ ആയതുകൊണ്ട് ആ ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കോംപ്രമൈസ് ചെയ്യണം എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. കാരണം ഇപ്പോൾ ലൈക്ക് അല്ല, ഞാൻ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യില്ല. ഇപ്പോൾ അണ്ണൻ സിനിമയുടെ ഈ എപ്പിസോഡിൻ്റെ തുടക്കം പറഞ്ഞില്ലായിരുന്നോ, ഐമാക്സിൽ കാണുന്നോണ്ട് അത് സിനിമയെ ലൈക്ക് ഇറ്റ് ഡസൻ ചേഞ്ച് എനിത്തിങ് അബൌട്ട് ദ മൂവി. പക്ഷേ ഇപ്പോൾ അണ്ണൻ ഐമാക്സിൽ കണ്ട് അതിൽ എക്സ്പീരിയൻസ് ചെയ്യണോണ്ട് നൗ യു ഹാവ് എ പോസിറ്റീവ് അസോസിയേഷൻ ടു ദ ഫിലിം. അപ്പോൾ യു ഹാവ് ദിസ് ടെൻഡൻസി ടു റീവിസിറ്റ് ദ ഫിലിം. വേറൊരാൾ അത് വേറൊരു സ്ക്രീനിൽ കണ്ടിട്ട് എന്താ ഒരു നെഗറ്റീവ് അസോസിയേഷൻ ഉണ്ടായതുകൊണ്ട് ലൈക്ക് നൗ ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് ഗോയിങ് ടു പുട്ട് ആൻ എഫേർട്ട് ടു ദ മൂവി ആൻഡ് നൗ he's not at all going to understand that film. അപ്പോൾ അത് തന്നെ യു ഓൾസോ മെൻഷൻ ദാറ്റ് റൈറ്റ്, ഐമാക്സിന് വേണ്ടി ഉണ്ടാക്കിയേക്കണെന്ന്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഐമാക്സ് ഗേവ് മീ എ ബെറ്റർ എക്സ്പീരിയൻസ് ബട്ട് ഡിഡ്ന്റ് മേക്ക് ഇറ്റ് എ ബെറ്റർ മൂവി. One last thing before we conclude, ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് we can conclude this. വേറെ എന്തെങ്കിലും ഉണ്ടോ ആഡ് ചെയ്യാൻ? ഐ ഡോണ്ട് നോ, ലെറ്റ്സ് സീ. എൻ്റെ അറിവിൽ ഒന്നും അങ്ങനെ പിന്നെ മറ്റേ എന്താ പറയുന്നത്, സേറ്ററിൻ്റെ തീം ഇസ് വെരി മാസ്, അതോടെ ഉള്ളൂ. ഏതാ സേറ്ററിൻ്റെ തീമില്ലേ, മറ്റേ ബ്രീതിങ് വെച്ചിട്ടുള്ളത്. അപ്പാരൻ്റ്ലി നോളനെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് അപ്പാരൻ്റ്ലി. ബട്ട് ഇറ്റ്സ് എ വെരി വെരി സച്ച് എ കൂൾ സൗണ്ട് ട്രാക്ക്, യു നോ. ഇറ്റ്സ് ഫൺ. ഇറ്റ് ആക്ച്വലി ഫിറ്റ്സ് ഹിം സംവാട്ട് പെർഫെക്റ്റ്ലി. ഞാൻ അന്ന് പടം കണ്ടു കഴിഞ്ഞിട്ട് വന്ന് ഞാൻ രാത്രി മണി എടുത്ത് കേട്ടോണ്ടിരിക്കുകയാണ്. ഈ സേറ്റേഴ്സ് തീം, ട്രക്സ് ഇൻ പ്ലേസ്, 747, റെയിനി നൈറ്റ് ഇൻ ടാലൻ, ഈ 4 ട്രാക്ക് ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത്. സോറി, കണ്ടിന്യൂ. ഓക്കെ, ലാസ്റ്റ് കൺക്ലൂഡിങ് ക്വസ്റ്റ്യൻ. ഈ പടം ക്രിസ്റ്റഫർ നോളൻ എല്ലാം എടുത്തായിരുന്നില്ലെങ്കിൽ വുഡ് ദാറ്റ് ഹാവ് അഫക്റ്റഡ് അവർ തോട്ട്സ് ഓൺ ദിസ് ഫിലിം? എന്ന് വെച്ചാൽ ക്രിസ്റ്റഫർ നോളൻ എടുത്തല്ലെങ്കിൽ ദിസ് എക്സാക്ട് സെയിം മൂവി
no changes, differences whatsoever, but it's a different director. Yeah. അങ്ങനെയാണെങ്കിൽ I think I would be a lot more forgiving, I think, ഫോർഗിവിങ് ആവോ? ഇല്ല, ഐ മീൻ നമുക്കൊരു ഇതില്ലേ, നോളൻ ആണെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എഫേർട്ട് എടുത്ത് കാണുമല്ലേ, എഫേർട്ട് എടുക്കാൻ ശ്രമിക്കുന്നില്ല നമ്മള്. അത്ര എടുത്തില്ലെങ്കിൽ പടം, ഐ മീൻ മനസ്സിലായില്ലേ, നമ്മൾ പറയണ കുറ്റങ്ങള് കുറച്ചുകൂടി ആംപ്ലിഫൈ ആവത്തില്ലേ. ഞാൻ ഒബ്വിയസ്ലി ഐ തിങ്ക് ഐ വിൽ ബി ദി ആസ്ഹോൾ ആൻഡ് കംപ്ലെയിൻ എ ലോട്ട് മോർ. നോളൻ ആയതുകൊണ്ട് അതിനെ ഇത്ര എഫേർട്ട് എടുത്തത് ഈ പടത്തിനോട്. ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് ഹാവ് സീൻ ഇറ്റ് അഗെയിൻ ഇഫ് ഇറ്റ് വാസന്റ് ഫോർ നോളൻ. കാരണം നോളന് ലൈക്ക് നമുക്ക് എനിക്ക് പ്രത്യേകിച്ച് നോളൻ്റെ സിനിമകളെല്ലാം കണ്ട് ആദ്യത്തെ ഒരു ഇതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ സിനിമ അത് തരാതെ ഇപ്പോൾ ലൈക്ക് ഐ വാസ് ലൈക്ക് വണ്ടറിങ് വൈ. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും കാണാനിരുന്നത്. Nolan alladhenekki I would be a lot more forgiving, it's like whatever fun action blockbuster. ഇവർ നോളൻ ആയതുകൊണ്ട് ഇങ്ങനെ ഈ ക്യാരക്ടറും മറ്റതൊക്കെ കുറച്ചുകൂടെ പുള്ളി തന്നെ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. അതായത് കൊമേഴ്ഷ്യലും മര്യാദയ്ക്കും പടം എടുക്കുക, കൊമേഴ്ഷ്യലും അതായത് നല്ല മൂവിയും തീം ആർക്കിന് ഇടയ്ക്ക് ലൈൻ ഉണ്ടല്ലോ, ഹി ഈസ് വാക്കിംഗ് ത്രൂ ദാറ്റ് ലൈൻ. സോ അതുകൊണ്ട് പുള്ളിയുടേതായ സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ട് ഐ വുഡ് ബി ലെസ് ക്രിട്ടിക്കൽ ഇഫ് ഇറ്റ് വാസ് ഇൻ Nolan. If it was like a Zack Snyder movie, I would give it 10 out of 10. Zack Snyder ഇത്ര ഇന്റൻസ് ആയ ഇങ്ങനത്തെ പടം എടുത്തായിരുന്നെങ്കിൽ ആദ്യം പറഞ്ഞിടത്തില്ല ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ കണ്ടില്ലേ? ബൈബിൾ വായിച്ചിട്ടുണ്ടോ നീ? എനിക്ക് അലിഗറിയാണ്. കർത്താവിനെ കുറിച്ച് നിൽക്കുമ്പോൾ മറ്റേ മദർമേരി, യോഹന്നാൻ, മത്തായി അതൊക്കെ ഉണ്ട്. അത് യോഹന്നാനാണ് ബാറ്റ്മാൻ, മറ്റേ മാതാവാണ് ലോയിസ് ലൈൻ, മറ്റേ വേറൊരു മഗ്ദലക്കാരത്തി മറിയാണ് വണ്ടർ വുമൺ. സൈഡില് മൂലയിൽ മറ്റേ പോസ്റ്റ് ഒടിഞ്ഞ് എക്സ് വലിപ്പുണ്ട്, അത് കുതിച്ചാണ്. കമോൺ. #Snyder Cut. എന്ത് പറഞ്ഞാലും അവസാനം സ്നൈഡർ നെഞ്ചത്താണല്ലോ പോയിട്ട്. എന്താണെന്നറിയില്ല. I don't even hate that guy that much. Everyone thinks a lot of people think I hate Nolan for some reason. I don't know. I think it's because of the memes, but they are because of അത് സ്നേഹം കൊണ്ടുള്ള memes ആണ്, don't get me wrong. Even like the same thing with Snyder. I think he's very annoying, but I still like the guy. That's why I watch his movies. അല്ലേ ഞാൻ കാണില്ലല്ലോ. He's that annoying friend, but he's still a friend. പിന്നെ അതെന്താ വല്ലാത്തൊരു ബന്ധമാണ് അത്. ഞാൻ കാണണമെന്ന് വെച്ച് കണ്ടതല്ല സത്യം പറഞ്ഞ. ആദ്യത്തെ ഗ്രേറ്റ് ഫാദർ പുതിയ ആളാണല്ലോ, ന്യൂ മമ്മൂട്ടി മൂവി, താടിയുള്ള മമ്മൂട്ടി, ലെറ്റ്സ് സീ. രണ്ടാമത്തെ വന്നപ്പോഴെനിക്ക് ഈ ഹനീഫ് അദീനി അത്ര പരിചയമില്ലായിരുന്നു. ഇതുപോലെ പെട്ടെന്ന് പടം ഇറങ്ങി അന്ന് തന്നെ പകല് ക്ലാസ് ചെയ്യുന്നപ്പോഴത്തേക്കിന് എൻ്റെ ഫ്രണ്ടോ വൈകിട്ട് വരുന്ന പടത്തിന് കാണാൻ പോകണം, എന്നാൽ പാപം ചെയ്തവരോട് ക്ഷമിക്കാൻ ഞാൻ ദൈവമല്ല എന്നൊക്കെ പറഞ്ഞു. അല്ലേ, ഓക്കെ ഫൈൻ. അന്ന് വൈകിട്ട് എന്ന് കണ്ടപ്പോൾ അവിടെ ചെന്ന് കയറിയപ്പോഴത്തേക്കിന് ഹനീഫ് അദീനി പേര് എവിടെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയല്ലേ, ഓ മൈ ഗോഡ്. അതാണ് അതങ്ങനെ. I don't hate any filmmakers, please don't get me wrong. ഇത് മറ്റേ there is this misconception അതായത് all memers hate Mohanlal because of the memes. Like there are people who seriously believe ഇതുപോലെ ഏതോ മോഹൻലാലിന്റെ ബർത്ത്ഡേ ഒക്കെ ഉണ്ട്, ഞാൻ ഇതുപോലെ പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും ടീമിലൊന്ന് പോകാൻ നിലമ്പ്, അല്ലാത്തപ്പോ അല്ല നിങ്ങൾ കേട്ടനെ പുച്ചിക്കോട് ഞങ്ങൾക്ക് കേട്ടനെ അതല്ലേ ഇതല്ലേ അതല്ലേ വാട്ട്. അതാ ഈ ലൈക്ക് ട്രോൾ ഉണ്ടാക്കണതും മീം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ലൈക്ക് ആ ഒരു അസോസിയേഷൻ വന്നതിന് ശേഷം എല്ലാവരും അസോസിയേറ്റ് ചെയ്യണത് നമ്മളൊരാളെ കളിയാക്കിയാൽ അത് അയാളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, അയാളെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. It's so strange. I don't think anyone hates Mohanlal. I mean, people make fun of him, but why not? It's just he does more dumb shit than Mammootty. Like, what else can we do? I don't think for the record, no memers hate Mohanlal. It's just there is so much stuff to work with. That's all. The same thing with Nolan. Ari Aster. I don't hate any of these people. It's all because of love, just for the record. I unironically like Omar Lulu. I used to hate him, but now I unironically like him. I don't know why.
Yeah. I never hated, Omar Lulu. ഇങ്ങനെ കുറെ സിനിഫൈൽസ് ഉണ്ടല്ലോ, ഒമർ ലുലു ഒക്കെ ഒരു ഫിലിം മേക്കർ ആണോ? അതെ. Of course he's a filmmaker, he makes movies. He happens to be a നമ്മളതാണ് filmmaker. Yeah, he happens to be a filmmaker. Like Deal with it. എന്താണ് സിനിമ എന്തല്ല സിനിമ എന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ നമ്മളാരാണ്. Yeah. He makes movies. നല്ല സിനിമയാണോ ചീത്ത സിനിമയാണോ അത് വേറെ കാര്യം. But he's a filmmaker. Omar Lulu is ruining Malayalam industry. No, he's not. പുള്ളി ഒരു മൂലയിൽ പുള്ളിയുടെ പണി ചെയ്യുന്നു, മറ്റുള്ളവരുടെ പണി ചെയ്യുന്നു. അങ്ങനെ ഒരു സ്ഥിരം സിനഫൈൽസിന്റെ ഇതുണ്ടല്ലോ. അതായത് ചില LGP ഫാൻസ് പറയട്ടല്ലോ, ഈ ജല്ലിക്കട്ടിനെ പറ്റി എല്ലാം പറഞ്ഞു, എന്നാ നീ പോയി ഒമർ ലുലുവിന്റെ പടം കാണണ്ട. ജല്ലിക്കട്ടിലെ പോത്ത് ഫാസിസത്തിന്റെ പ്രതീകം. എന്താ മറ്റേ ഞാൻ അന്ന് പറഞ്ഞ പുള്ളിയിലെ റോബി കുര്യൻ പുള്ളി, അതെന്താ നിങ്ങൾ ഫാസിസാണോ രാത്രി പുഴുകി കഴിക്കണം? അതാണ്, അത് പെല്ലിശ്ശേരി പോലും മനസ്സിൽ വിചാരിക്കാത്ത സിംപിളിസം ഒക്കെയാണ് ഇതിനകത്ത്. പുള്ളി ജസ്റ്റ് ഒരു ചേസ് ആണ് പുള്ളിയുടെ, 2 മണിക്കൂർ ചേസ് വേണം. ഓക്കെ സെറ്റ്, ഏത് പിടിച്ചു വന്നപ്പോ നേടാകുന്നു. ഇതുപോലെ വേറൊരു കുറെ പൃഥ്വിരാജിന്റെ പടങ്ങളിയാ അത് വിട്ടേക്ക്. ലൂസിഫർ തന്നെ, ലൂസിഫർ എന്ന ആവശ്യമില്ലാത്ത കുറെ തിയറീസ് ഇഷ്ടം പോലെ മറ്റത് മറിച്ചത്. എനിക്കും ഇങ്ങനെ ഒരിടയ്ക്ക് പൃഥ്വിരാജിനോട് ഭയങ്കര ഇതൊരു ദേഷ്യമായിരുന്നു. ഇയാൾക്ക് എന്ത് അൺനെസസറി ഇതാണ് കിട്ടിക്കൊണ്ടിരിക്കണേ, ഇയാൾ ചെയ്യണത് ശരിയല്ല എന്നൊക്കെ. പിന്നീടൊക്കെ ആയപ്പോഴത്തേക്കും ലൈക്ക് അയാൾ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ ഇതില് ടെനറ്റിലും വേറെ തിയറികൾ കേട്ടാ, മറ്റേ കാറ്റിന്റെ മോൻ അതാണോ? അതെ നീലാണ് മറ്റേ മോൻ എന്നുള്ളത്. അത് ഞാൻ I didn't really look too much into it. I don't know what that's all about. പുള്ളിക്കാരൻ പറയണത് മാക്സിമിലൻ എന്ന് പറയുമ്പോ ലാസ്റ്റത്തെ മിലന്റെ നീലെന്ന് തിരിച്ചു വായിക്കാമല്ലോ. അടിപൊളി. അതും പിന്നെ നീല് നേരെ പോയി കാണുന്ന ലൈക്ക് മറ്റേ പുള്ളിയല്ലേ നമ്മുടെ പ്രോട്ടോണിസ്റ്റ്, അയാള് ഫ്യൂച്ചറിൽ നീലിനെ കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് ബാക്കിലേക്ക് പറഞ്ഞു വിട്ടാണ്. അങ്ങനെയൊക്കെ കുറെ തിയറി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ടെനറ്റിന്റെ ഇതിൽ അവര് ഡീബങ്ക് ഉണ്ട്. എന്നിട്ട് അവസാനം അവർ എഴുതിയിട്ടുണ്ട് ഈ കാറ്റ് അഭിനയിച്ച പുള്ളിക്കാരിയുടെ പേരെന്തായിരുന്നു, എലിസബത്ത്. പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് മൈ സൺ ഇസ് മൈ സൺ. അതാണ്, അത് കുറച്ച് ഓവറായിട്ടുള്ള, അത് ദാറ്റ് വാസ് എ ബിറ്റ് റീച്ചിങ്. അതെനിക്ക് അവിടെ മനസ്സിലായി. കാരണം ഇതില് എന്താ പറഞ്ഞ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലാതെ വേറെ ടൈം ലൈനോ പുറകിലോട്ട് പോകാനോ ഒന്നും പറ്റില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഇയാൾക്ക് 10-30 വയസ്സുള്ള ആളും മറ്റേ ചെറുക്കനും അതെങ്ങനെ സെയിം ആൾക്കാരാണ്. അപ്പൊ പുള്ളി 10 വർഷം ഇൻവേർഷനില് പോവാ, പുള്ളപ്സ് എടുത്ത്. ആ സീൻ കണ്ടായിരുന്നു, മറ്റേ ബോട്ടിലിരുന്ന് പുള്ളപ്പ് ഒക്കെ എടുക്കുന്നത്. നൈസ് ഷോട്ട് അത്, പക്ഷെ പറയാതിരിക്കാൻ വയ്യ. പക്ഷെ എല്ലാരും ആ പുള്ളപ്പിലേക്ക് ഫോക്കസ് ചെയ്യും. അങ്ങനെ ആയിരിക്കും അവര് പ്രാക്ടീസ് ചെയ്ത് പുൾ ഡൗൺസ്. ചിലപ്പോ നോളം പറഞ്ഞിട്ടുണ്ടാവും ഇത് ചെയ്താൽ മതി. പുൾ ഡൗൺ എന്താണോ ഐ തിങ്ക് വേറെന്തെല്ലാം ഉണ്ടോ 1.5 മണിക്കൂർ. ലെറ്റ്സ് ഗോ സ്പോട്ടിഫൈ എക്സ്ക്ലൂസീവ്. ഇത് വേണേ എടുത്തിടാം കേട്ടോ, 1 മണിക്കൂർ ഉണ്ടല്ലോ. സോ അപ്പൊ ഇത്രയും കഴിഞ്ഞിട്ടുണ്ടല്ലോ, വേറെ തിയറീസ് ഒന്നും ഇല്ലല്ലോ നമുക്കിനി പറയാം. No, I think that's about it. എന്താ സെറ്റ് പീസ് സൗണ്ട് ട്രാക്ക് അത്യാവശ്യം എല്ലാം കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. I think that's about it. കുറെ 1 മണിക്കൂറിന് മേളിലായല്ലേ. നമ്മള് സ്പോയിലർ ഒന്നും പറഞ്ഞില്ലല്ലോ, അത് അവസാനം ഇടാം. അവസാനം ഇടാം. സ്ഥിരം പ്ലഗിങ് പരിപാടി. ഗോ ടു youtube.com/MiMiCast. അവിടെ എല്ലാ എപ്പിസോഡ്സും ഉണ്ട്. പിന്നെന്താ, ഇൻസ്റ്റാഗ്രാമിൽ @MiMiPodcast, ദാറ്റ്സ് MIMIPODCAST. ട്വിറ്ററിലും MiMiPodcast തന്നെ, വേറെ എവിടെയും വന്നിട്ടില്ല ആസ് ഓഫ് നൗ. ഓൾസോ ഫോളോ ഫോളോ അണ്ണൻ @brutal kangaroo. ഞങ്ങൾ രണ്ടുപേരും ഡീആക്ടിവേറ്റ് ചെയ്തിട്ടേക്കാം. അപ്പോൾ എനിത്തിങ് എൽസ്?
I think that's about it. That's it. Have a Merry Christmas, And nice. I mean, Happy New Year, New all Year. of that. ഇത് എപ്പോഴാണ് ഇറങ്ങുന്നത് കറക്റ്റ് അറിഞ്ഞൂടാ. സോ അതെ, there is നമ്മൾ that. ഈ ഇൻവേർഷൻ കളികൾ കളിക്കണോണ്ട് എപ്പിസോഡാണോ Yeah. ഇതാണോ ആദ്യം വരണേന്ന് ദൈവത്തിനറിയാം. Yeah, പറയാൻ പറ്റത്തില്ല അത്. അതെ, ചിലപ്പോ ഒന്നും വന്നില്ലൊന്നും വരും. So let's see. ലെറ്റ്സ് ഗോ. Yeah, let's go. All right. Yes. കട്ട് ചെയ്യണേ. 3, 2, Yes. 1.